عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. മാനവ സൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ TK അഷ്റഫ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, ബഹുമാന്യനായ സ്വാമിജി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ബഹുമാന്യനായ ഫാദർ ജോൺ പുൽപ്പറമ്പ്, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പേരാമ്പ്രയെ പോലെ വിവിധ ദർശനങ്ങളും ചിന്തകളുമെല്ലാം ശക്തമായി വേരൂടിയ ഈ മണ്ണിൽ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത, അങ്ങാടികളുടെ വിവിധ പോസ്റ്റുകളിൽ കൊച്ചു കൊച്ചു ക്യാബിനുകളിലൂടെ ഈ ശബ്ദം കടലിയിരിക്കുന്ന ആളുകൾക്ക്, റൂട്ടിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക്, വാഹനങ്ങൾ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒക്കെ അല്പസമയമെങ്കിലും കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം വ്യത്യസ്ത മത നേതാക്കന്മാരുടെ പ്രബോധനത്തിലൂടെ, പ്രസംഗത്തിലൂടെ ജനങ്ങൾക്ക് പകർന്നു നൽകുക എന്നുള്ള മഹത്തായ ഒരു ഉദ്ദേശമാണ് ഈ സമ്മേളനത്തിൻ്റെ ആത്മാവായി വരുന്നത്. മാനവ മൈത്രിക്ക്, മാനവ വിമോചനത്തിന് സൃഷ്ടാവിൻ്റെ സന്ദേശം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തിൻ്റെ മൂന്ന് പ്രധാനമായ വശങ്ങൾ: ഒന്ന്, മാനവരാശി; രണ്ട്, മാനവകുലത്തിൻ്റെ മൈത്രിയുമായി ബന്ധപ്പെട്ട ചിന്തകൾ;
3, അടിസ്ഥാനപരമായി മാനവ സമൂഹം ഐക്യപ്പെടണമെങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നിന്നുള്ള കൃത്യമായ തെറ്റുപറ്റാത്ത സന്ദേശം സ്വീകരിക്കണം, എങ്കിലേ അത് സാധ്യമാകൂ എന്നുള്ളതാണ്. സൃഷ്ടാവിൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കുമ്പോൾ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനമായ ഒരു പോയിന്റാണ്. വാദിക്കാനും ചെയ്യിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന മഹത്തായ ഒരാശയം ആലുവ കടപ്പുറത്ത് ശ്രീനാരായണ ഗുരു മുഴക്കിയ ഒരു വലിയ ആശയം. വാദിക്കുകയും ചെയ്യിക്കുകയുമല്ല, പക്ഷേ പരാജയപ്പെടാതിരിക്കാൻ, ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാൻ ആരുടെ സന്ദേശമാണ് മാനവനെ ശാശ്വതമായി ഐക്യപ്പെടുത്തുക, മാനവ സമൂഹത്തിൻ്റെ സമഗ്രമായ വിമോചനം ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ എങ്ങനെ സാധ്യമാകും? മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്തുണ്ട്. മനുഷ്യന്റെ ചിന്തകളുടെ പരിമിതി കൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് മനുഷ്യന്റെ ഒരു പ്രത്യേകതകളിൽപ്പെട്ടതാണ്. ഇന്നലകളിൽ മനുഷ്യർ ചെയ്ത പലതും ഇന്ന് തെറ്റായി മനുഷ്യർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇന്നലകളിൽ ഭാരതം ശക്തമായി എതിർത്ത ഈ ഭരണഘടനയുടെ ശില്പികൾക്ക് ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമതിയായ സോണിയാഗാന്ധിയുടെ അഭിപ്രായം സ്വവർഗരതിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ഇതിന്റെ ഭരണഘടന എഴുതി 33-ാം ഖണ്ഡികയിൽ പറഞ്ഞിട്ടുള്ള സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമായിട്ടാണ് അക്കാലഘട്ടം നമ്മൾ ചർച്ച ചെയ്തത്. 2009-ൽ കേരളത്തിലെ കോടതി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഗൗരവമായ വിധിയാണ് ഉണ്ടായത്. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ് പ്രതികരണങ്ങൾ ഇന്ത്യയാകുന്ന രാജ്യത്ത് 10 കൊല്ലങ്ങൾക്കപ്പുറത്തുനിന്ന് വ്യത്യസ്തമായി ഇന്നുണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഒരു പൊതു അവസ്ഥ എന്താണ്? തിന്മകളോട് മനുഷ്യന്റെ മനസാക്ഷി എപ്രകാരമാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്? ഉന്നതന്മാർ, ഇന്ത്യയുടെ ലോകം മുഴുവനും യശസ്സുയർത്തേണ്ട മഹാനായകന്മാർ ലോകത്തിലെ ഏറ്റവും വൃത്തികേടുകൾ അത് വിലക്കി നിരോധിച്ചു എന്ന് കേട്ടപ്പോ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അവരുടെ ആശ അറ്റുപോവുകയാണ്, അവർ നിരാശപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്നത് ചില കാലങ്ങളിൽ നന്മയായത് ചില കാലങ്ങളിൽ തിന്മയായി നമുക്ക് അനുഭവപ്പെടുകയാണ്. അമേരിക്കയിൽ ശരിയായത് ഇന്ത്യയിൽ തെറ്റാണ്, ഇന്ത്യയിൽ ശരിയായത് അമേരിക്കയിൽ തെറ്റാണ്. ക്രിസ്ത്യാനിക്ക് ശരിയായത് മുസ്ലിമിന് തെറ്റാണ്, മുസ്ലിമിന് ശരിയായത് ഹൈന്ദവന് തെറ്റാണ്. ഇങ്ങനെ നേരെ മറിച്ച് മതവിശ്വാസികളെല്ലാം ബുദ്ധിയില്ലാത്തവരും ചിന്തയില്ലാത്തവരും മാനവ വിമോചനത്തിന്റെ തത്വത്തിനെതിരെ നിൽക്കുന്നവരും മതഭ്രാന്തന്മാരുമാണ് എന്ന് വിശ്വസിക്കുന്ന നിരീശ്വര ദർശനങ്ങൾ. ചാർവാക മതം, ചാർവാക മുനി ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച എന്താണ്? ശുദ്ധമായ നിരീശ്വരത്വമാണ്. ചൂടുപിടിച്ച ചിന്തകൾ എന്ന് പറയുന്ന ഭഗവാൻ രജനീഷിന്റെ താന്ത്രിക മതം, ഓഷോയുടെ താന്ത്രിക ദർശനം, ഇതെല്ലാം ലോകത്ത് നിലനിൽക്കുകയാണ്. അവിടെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യന്റെ കണ്ടെത്തലുകളെയും ഗവേഷണങ്ങളെയും വിലയിരുത്തി, ന്യായാന്യായങ്ങളെ വിലയിരുത്തി, അപജയങ്ങളെ വിലയിരുത്തി, അതെ തീർച്ചയായും സൃഷ്ടാവ് അവതരിപ്പിച്ച ഒരു ദർശനത്തിന്റെ മൗലികതയിലേക്ക് ന്യായമായി പ്രമാണപരമായി യുക്തി കൊണ്ടല്ല, നമ്മുടെ വശം കൊണ്ടല്ല, ആരെയെങ്കിലും തോൽപ്പിക്കാനല്ല, മറിച്ച് വസ്തുതാപരമായ ഒരു പഠനം, അപഗ്രഥനാത്മക സ്വഭാവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പഠനം ഇവിടെ അനിവാര്യമായി വരുന്നത്. ഇസ്ലാം ലോകത്തെ ഇതിന്റെ വാതായനങ്ങൾ മലർക്ക് തുറന്നു കൊടുത്തിട്ടുള്ള പടച്ചവന്റെ ദർശനമാണിത്. ഒന്നാമതായി നാം അറിയേണ്ട വളരെ സുപ്രധാനമായ 5 കാര്യങ്ങൾ, വളരെ പ്രധാനമായ കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പോവുകയാണ്. ഈ പ്രപഞ്ചം നിങ്ങൾ ആലോചിക്കണം, മനുഷ്യർ ഇടപെട്ടിട്ടില്ലാത്ത ഈ പ്രപഞ്ചം, മനുഷ്യനുമായി ബന്ധമില്ലാത്ത, സൃഷ്ടിപ്പിൽ ബന്ധമില്ലാത്ത ഈ മഹാപ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലെ
ഏത് സ്ഥൂല സൂക്ഷ്മ വസ്തുക്കളെയും നിങ്ങൾ നിരീക്ഷിച്ചു നോക്ക്, എല്ലാം പെർഫെക്റ്റ് ആണ്. ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ താളപ്പൊരുത്തങ്ങളല്ലാതെ നേരെ മറിച്ച് പൊരുത്തക്കേടുകൾ ഇല്ല. ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ സൃഷ്ടിപ്പിൽ അപൂർണതയുണ്ട് എന്ന് തെളിയിക്കാൻ ഇന്ന് വരെ മോഡേൺ സയൻസിന് സാധിച്ചിട്ടില്ല. മനുഷ്യ സൃഷ്ടിപ്പിൽ അവന്റെ ഘടനയിൽ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ട് സൃഷ്ടാവിന്റെ സൃഷ്ടിയിൽ എന്ന് ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. സൂര്യൻ ഈ ഭൂമുഖത്ത് ഏറ്റവും വലിയ മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് പടച്ചവന്റെ സൃഷ്ടികളിൽ ഒന്നാണ്. സൂര്യന്റെ പ്രകാശം, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം, അത് വളരെ പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ്. സൂര്യന്റെ പ്രകാശമേറ്റ് പ്രതിപ്രവർത്തിക്കുന്ന ചന്ദ്രന്റെ നിലാവ്. എല്ലാവരും പറയും ഈ സൂര്യൻ കൃത്യമായി ഉദിക്കുന്നു, ഒരു സെക്കൻഡ് വ്യത്യാസമില്ലാതെ, ഒരു മൈക്രോ സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. സൂര്യഗ്രഹണം എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് നാം പ്രവചിക്കുന്നു. ഈ കണിശത ദൈവം സൃഷ്ടിച്ച കാരണങ്ങളില്ലാത്ത, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച എല്ലാ കാരണങ്ങളും ചെന്ന് അവസാനിക്കുന്ന കാരണങ്ങളില്ലാത്ത സൃഷ്ടാവിലെ ഇതെല്ലാം ചെന്ന് ചേരുകയാണ്. അവിടെയാണ് സൃഷ്ടാവ് സൂര്യനെയോ ഭൂമിയെയോ ചന്ദ്രനെയോ ലോകത്തിലെ സൃഷ്ടിജാലങ്ങളെയോ സൃഷ്ടിച്ചതിൽ ഏറ്റക്കുറവുകളോ ന്യൂനതകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഈ പ്രപഞ്ചത്തെ ഇவ்விധം സംവിധാനിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ ചിന്തകളെ അറിയുന്ന, മനുഷ്യന്റെ മനസ്സിനെ അറിയുന്ന, ഭാവി അറിയുന്ന സൃഷ്ടാവ് മനുഷ്യന് എങ്ങനെ ജീവിച്ചാലാണ് വിമോചനമുണ്ടാവുക, എങ്ങനെ ജീവിച്ചാലാണ് വിജയിക്കാൻ കഴിയുക, എങ്ങനെ ജീവിച്ചാലാണ് മനുഷ്യന് സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാവുക, ഇതാണ് ദൈവം അവതരിപ്പിച്ച ദർശനത്തിന്റെ പ്രത്യേകത. മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ പരാജയം എന്താണ്? അത് സങ്കുചിതത്വത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതാണ്. ദൈവം അവതരിപ്പിച്ചതിനോ അതിന് സങ്കുചിതത്വമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ദൈവം അവതരിപ്പിച്ച ഏത് വിഷയത്തെയും ദൈവം അവതരിപ്പിച്ചു എന്നുറപ്പുള്ള, മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഏതൊരു കാര്യത്തെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഇസ്ലാമിനെ വിമർശിക്കുന്നവർ എല്ലാവരും വിമർശിക്കുന്നത് യഥാർത്ഥ മതത്തെയല്ല, മനുഷ്യരുടെ പോരായ്മകൾ, മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയ ആശയങ്ങൾ, ആ ആശയങ്ങളുടെ അപജയത്തെ മതത്തിന്റെ അപജയമായി അവതരിപ്പിക്കുകയാണ് ലോകത്ത് ചെയ്യുന്നത്. വേദഗ്രന്ഥങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? വേദഗ്രന്ഥങ്ങളിലെ ആശയങ്ങൾ എന്താണ്? ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ എന്താണ്? ദൈവവിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യരെങ്ങനെ വിഭിന്നരായി? ആദർശങ്ങളുടെയും ആശയങ്ങളുടെയും പേരിൽ മനുഷ്യരെങ്ങനെ വിഭിന്നരായി? വളരെ പ്രധാനമർഹിക്കുന്ന ഒരു പഠനമാണ്. മനുഷ്യരൊന്നിക്കാൻ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി. സ്വാമിജിയുടെ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടു. സ്വാമിജി പറഞ്ഞ വളരെ പ്രധാനമായ കാര്യം, അതായത് ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് നാം എന്ന് അംഗീകരിച്ചാൽ ഭിന്നതയില്ലാതാകുമോ? കലാപമില്ലാതാകുമോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് ലോകത്തിന്റെ ചരിത്രം. പിന്നെ എന്താണ് അത് പഠിപ്പിക്കുക വഴി? വളരെ പ്രധാനമായ ഒരു പോയിന്റാണ് മതം മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഉച്ചനീചത്വങ്ങൾ ആവശ്യമില്ല, ജാതീയത ആവശ്യമില്ല, നിങ്ങൾ തമ്മിലുള്ള മഹിമ പറച്ചിൽ ആവശ്യമില്ല. നിങ്ങൾ ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയുക, നിങ്ങളുടെ തുടക്കം ആദമിൽ നിന്നാണ്, ഹവ്വായിൽ നിന്നാണ്. അവിടെ നിന്നാണ് ലോകത്തുള്ള മനുഷ്യർ മുഴുവനും ഉണ്ടായിട്ടുള്ളത്. ലോകത്ത് ഇന്ന് കാണുന്ന 714 കോടി മനുഷ്യരും ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. ലോകത്ത് മരിച്ചുപോയവരും ലോകത്ത് ഇനി വരാനിരിക്കുന്നവരും എല്ലാം ആദം ഹവ്വ ദമ്പതികളുടെ തലമുറകൾ, ആ ആദിപിതാവിൽ നിന്നും ആദിമാതാവിൽ നിന്നും ഉണ്ടായിട്ടുള്ളവരാണ്. ഇതാണ് ഇസ്ലാം ആ കാര്യത്തിൽ ലോകത്തെ പഠിപ്പിക്കുന്ന ഏറ്റവും കാതലായ വശം. അവിടെയാണ് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്. മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം, മനുഷ്യന്റെ സങ്കുചിതത്വങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം, ഋഷീശ്വരന്മാർ പഠിപ്പിച്ച ആശയത്തിന് പുറത്ത് വൈയക്തിക വൈകാരികത നിലനിൽക്കുന്ന ആളുകൾ പഠിപ്പിച്ച ദർശനങ്ങളുടെ ഒരു പ്രശ്നം എന്താണ്? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഇത് വ്യക്തമാക്കാം. മനുസ്മൃതിയിൽ 1-ാം അധ്യായം 100-ാമത്തെ വചനം, മനുസ്മൃതിയുടെ 1-ാം അധ്യായം
100-ാമത്തെ വചനം. അതിൽ പറയുന്നത് ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ ശ്രേഷ്ഠനാണ്. ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ ശ്രേഷ്ഠനാണ്. സ്വാഭാവികമായും മനുസ്മൃതിയിലൂടെ കടന്നുപോയാൽ ഉച്ചനീചത്വങ്ങളുടെ ഒരു വമ്പിച്ച കലവറയാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. അതിലിപ്പോഴും നമ്മൾ വായിക്കുന്നത് എന്താണ്? മനുസ്മൃതിയിൽ നമ്മൾ ഇപ്പോഴും വായിക്കുന്നത് ഈ ഉച്ചനീചത്വമാണ്. ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ. സ്വാഭാവികമായും ദൈവം തന്നെ ഈ സവർണ മേധാവിത്വം അല്ലെങ്കിൽ ഈ പറയുന്ന വർണ്ണവെറി അത് ദൈവത്തിന്റെ തന്നെ സൃഷ്ടിയാകുന്നു എന്ന് വരിച്ചു തീർക്കാനുള്ള സവർണ മേധാവികളുടെ കുൽസിതമായ ശ്രമമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ ലോകത്ത് നിലനിന്നിരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, വളരെ പ്രധാനമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നെഹ്റു പറയുന്ന വളരെ പ്രധാനമായ ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യ അഗ്നി പടർന്നു പിടിക്കുന്ന പോലെ ഇന്ത്യയിൽ ഇസ്ലാം പടർന്നു പിടിക്കാനുണ്ടായ കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയാണ്. ഒരു മതത്തിന്റെയും വക്താവല്ല നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത് ഇസ്ലാം ഇന്ത്യയിൽ വ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം അക്കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു എന്നുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ, ആ വ്യവസ്ഥ എടുത്തിട്ട് നെഹ്റു പറഞ്ഞു, ഇവിടെ മനുഷ്യരെ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ് എല്ലാവരും. നിങ്ങളിൽ ഉച്ചനീചത്വങ്ങളില്ല. ഉദാഹരണ സഹിതം ഞാനിത് വ്യക്തമാക്കാം. നിങ്ങൾക്കറിയാം, സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ പോയി. ലോക മതമഹാസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോ കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാൻ അനുമോദന സദസ് സംഘടിപ്പിച്ചു. ആ സദസ്സിലേക്ക് അധ്യക്ഷത വഹിക്കാൻ പ്രസിദ്ധ ദേശീയവാദിയും കൽക്കട്ട സുപ്രീം കോടതി ജഡ്ജിയുമായ സർ ഗുരുദാസ് ബാന്തോപാധ്യായ ക്ഷണിക്കപ്പെട്ടു. വളരെ പ്രധാനമാണ്. ഞാൻ താത്വികമായി വിഷയത്തെ നോക്കിക്കാണുകയാണ്. വൈജ്ഞാനികമായി വിഷയത്തെ, വികാരത്തിനപ്പുറത്ത് വൈജ്ഞാനികമായ സമീപനമേ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. നമ്മുടെ ഇന്ത്യ നമ്മൾ അനുഭവിച്ച അവസ്ഥ, ലോകത്തെ നെൽസൺ മണ്ടേല മരിച്ചു പിരിഞ്ഞു. നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥം. അദ്ദേഹം 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് വർണ്ണവെറിയൻ ഭരണകൂടത്തിന്റെ അവസ്ഥാവിശേഷങ്ങളായി. ദക്ഷിണാഫ്രിക്കയിൽ ബെഞ്ചമിൻ മൊളോയിസിനെ പട്ടാപ്പകൽ തൂക്കിക്കൊന്നത് വർണ്ണവെറിയുടെ പേരിലായിരുന്നു. അധകൃതവർഗത്തിന്റെ സാധാരണക്കാരുടെ കറുച്ചവർഗക്കാരുടെ വിമോചനത്തിന് വേണ്ടി ശബ്ദിച്ച വിഖ്യാതനായ കവി ബെഞ്ചമിൻ മൊളോയിസിനെ പട്ടാപ്പകൽ തൂക്കിക്കൊന്നത് ഇന്നും ദക്ഷിണാഫ്രിക്കയിൽ വെളുത്തവർഗക്കാരന് ചർച്ചു വേറെ, കറുത്തവർഗക്കാരന് ചർച്ചു വേറെ. ഉച്ചനീചത്വങ്ങൾ ഇന്നും ദക്ഷിണാഫ്രിക്കയിൽ മാത്രമല്ല ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അധ്യക്ഷനായി ഈ ഗുരുദാസ് ബാന്തോപാധ്യായെ ക്ഷണിച്ചു കൽക്കട്ടയിലെ വിവേകാനന്ദന് സ്വീകരണം നൽകാൻ വേണ്ടി. പക്ഷെ ഉണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഹിന്ദു രാജാവാണ് ഭരിച്ചിരുന്നതെങ്കിൽ, ഇന്ത്യക്ക് ഒരു ഹിന്ദു രാജാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ജാതി നിയമം ലംഘിച്ചു എന്ന കാരണം കൊണ്ട് വിവേകാനന്ദനെ തൂക്കിലേറ്റുമായിരുന്നു എന്നാണ് ആര് പറഞ്ഞത്? സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സാർ ഗുരുദാസ് ബാന്തോപാധ്യായ, പ്രസിദ്ധ ദേശീയവാദിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്. അതായത് വിവേകാനന്ദൻ സോഷ്യലിസ്റ്റോ, പേജ് 26. അതായത് ഈ ഉദ്ധരണി നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനമായ കാര്യം, സ്വാമി വിവേകാനന്ദൻ താഴേക്കടയിൽ ജനിച്ചു വളർന്ന ഒരാളായി. ആ വിവേകാനന്ദൻ പോലും, അത്ഭുതകരമാണ് എനിക്ക് ആ വാചകം, വിവേകാനന്ദൻ പറയുന്ന വളരെ നമ്മൾ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ എത്രത്തോളമായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പരിശോധിക്കാനാണ്. പടച്ചോൻ അവതരിപ്പിച്ച ദർശനം, ദൈവം അവതരിപ്പിച്ച ദർശനം, ദൈവം മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ച ദർശനം, ആ ദർശനവും മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലുള്ള, മനുഷ്യൻ പൊതുവെ എന്താണ്? മനുഷ്യൻ പൊതുവെ അധികാരമോഹമുള്ളവനാണ്, മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ ത്വരയുള്ളവനാണ്, മനുഷ്യനെപ്പോഴും അടിമകളാക്കി നിർത്താനാണ് ഇഷ്ടം. ആ ബോധത്തെ ദൈവം അംഗീകരിച്ചു
എന്ന് വരിച്ചു തീർക്കുന്ന സിദ്ധാന്തങ്ങളും ദർശനങ്ങളും ലോകത്തുണ്ടായി. ഞാൻ വളരെ പ്രാധാന്യത്തോടെ പറയുന്നത്, ലോക സംസ്കാരത്തിന് ഹിന്ദുമതം സംഭാവന ചെയ്ത ഏറ്റവും വിസ്മയകരമായ കാര്യം ജാതി വ്യവസ്ഥയാകുന്നു എന്നാണ് വിവേകാനന്ദൻ പോലും പറഞ്ഞത്. താഴ്ന്ന ജാതിയിൽ ജനിച്ച വിവേകാനന്ദൻ പോലും പറഞ്ഞ എന്താണ്? ലോക സംസ്കാരത്തിന് ഹിന്ദുമതം സംഭാവന ചെയ്ത ഏറ്റവും വിസ്മയകരമായ കാര്യമാണ് ജാതി വ്യവസ്ഥ. സ്വാമി വിവേകാനന്ദൻ സോഷ്യലിസ്റ്റോ, പേജ് 28. ഞാൻ പറയുന്നത്, ഈ അവസ്ഥ ഇന്ത്യയിൽ സംജാതമായത് എന്തുകൊണ്ടാണ്? അതായത് ദൈവം പഠിപ്പിച്ചതുപോലെ സവർണ മേധാവിത്വത്തെ അരക്കെട്ടുറപ്പിച്ചു, വർണ്ണാശ്രമ വ്യവസ്ഥയെ അരക്കെട്ടുറപ്പിച്ചു. അവിടെയാണ് വളരെ പ്രാധാന്യമറിയിക്കുന്ന ചിലത് ഇന്ത്യ രാജ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അച്ഛനും നേരത്തെ ഇവിടെ സ്വാമിജി ഉദ്ധരിച്ച ഒരു വാചകം, ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം, ലോകം മുഴുവനും തറവാടാണ്. വസുദൈവ കുടുംബകം, എല്ലാവരും ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് ഇവിടെയുള്ള എല്ലാവരും. വിശുദ്ധ ഖുർആൻ വിവിധ സൂക്തങ്ങളിൽ ആ കാര്യം മാനവരാശിയെ പഠിപ്പിച്ചു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ ഒന്നുകൂടെ അനാവൃതമാകണമെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിരുന്ന BR അംബേദ്കർ പഠിച്ചിരുന്ന കാലം, ദലിതനായിരുന്നു അദ്ദേഹം. ചാക്ക് നിലത്തിട്ടിട്ടായിരുന്നു അദ്ദേഹം പഠിച്ചത്. ചാക്ക് നിലത്തിട്ടിട്ട് ബെഞ്ചിൽ സഹപാഠികളുടെ കൂടെ അല്ലെങ്കിൽ സഹവിദ്യാർത്ഥികളുടെ കൂടെ ഇരിക്കാനുള്ള അവകാശം ജന്മത്തിന്റെ പേരിൽ ആർക്കുണ്ടായിരുന്നില്ല? BR അംബേദ്കറിനുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയെ ശില്പിയായ BR അംബേദ്കറിന് അതിനുള്ള അവകാശമുണ്ടായിരുന്നില്ല ഇവിടെ. മാത്രവുമല്ല, അവിടുത്തെ കുട്ടികൾ വാട്ടർ ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ആ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആർക്ക് അവകാശമുണ്ടായിരുന്നില്ല? BR അംബേദ്കറിന് അവകാശമുണ്ടായിരുന്നില്ല. വളരെ സുപ്രധാനമായ കാര്യമാണ്, അന്ന് താഴേക്കിടയിലുള്ളവർ, ശൂദ്രന്മാർ, അവരുടെ കഴുത്തിൽ ഒരു കൊട്ട വെച്ച് കെട്ടേണ്ടിയിരുന്നു. എന്തിനാത്? ഭൂമിയിൽ തുപ്പാൻ പാടുണ്ടായിരുന്നില്ല. ഭൂമിയിൽ തുപ്പാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. അതുപോലെ ഒരു ചൂലരയിൽ കെട്ടിയിരുന്നു അവർ. എന്തിനാ ചൂലരയിൽ കെട്ടിയത്? നടന്നു പോകുന്ന കാലടികൾ അത് തുടച്ചു മാറ്റാൻ, തൂത്തുവാരാൻ, ബ്രാഹ്മണനെ അതുവഴി പോകാൻ സൗകര്യമുണ്ടാക്കാൻ. അങ്ങനെയൊരു വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകയും ഒക്കെ നമ്മളെ പഠിപ്പിച്ച ഇതാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, തണ്ണീര് ചോദിച്ച ആ വരികളെല്ലാം ഇന്നും നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയൊരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്തുകയില്ല. രാമായണം, ഉത്തര രാമായണത്തിലെ 3-ാം അധ്യായം, ശ്രീരാമനെ പോലും, ധർമ്മത്തിന്റെ പ്രതീകമായ ശ്രീരാമനെ പോലും ഈ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ, ജാതി വ്യവസ്ഥയുടെ അപ്പോസ്തലനായി, അത് നിലനിർത്തിയ ആളായി, അതിനെ അംഗീകരിച്ച ആളായി അവതരിപ്പിക്കുകയാണ് രാമായണത്തിൽ പോലും ഉണ്ടായിട്ടുള്ളത്. ഭാരതജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയി ക്രൗഞ്ചമിഥുനങ്ങൾ സ്നേഹം പങ്കുവെക്കുന്നതിനിടയിൽ അതിനെ എഴുതുവീത്താൻ ശ്രമിച്ച കാട്ടാളനോട് മാനിഷാദ, അരുത് കാട്ടാള എന്ന് പറഞ്ഞ ആ രമ്യതയുണ്ടാക്കുന്ന ശ്രീരാമനെ പോലും ഉത്തര രാമായണത്തിന്റെ 3-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തിയ എങ്ങനെയാണ്? അത്രത്തോളം വർണ്ണാശ്രമ വ്യവസ്ഥ, ബ്രാഹ്മണ മേധാവിത്വം ഇന്ത്യയിൽ അരക്കെട്ടുറപ്പിച്ചിരുന്നു. ദാർശനികമായി തന്നെ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ, ഇന്ത്യ രാജ്യത്തിന്റെ രചനകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സഹോദരങ്ങളെ, അവിടെയാണ് ഒരു പ്രധാനമായ ശംഭുകവധവുമായി ബന്ധപ്പെട്ട് നാം ഓർക്കേണ്ട വളരെ പ്രധാനമായ ഒരു ഭാഗം വരുന്നത്. ശംഭുകവധവുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ ശ്രീരാമന്റെ കാലഘട്ടത്തിൽ അകാല മരണം പാടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഒരു ബ്രാഹ്മണപുത്രൻ അകാല മരണം പ്രാപിച്ചു. അകാല മരണം പ്രാപിച്ച ബ്രാഹ്മണപുത്രന്റെ പേരിൽ പരിതപിച്ചുകൊണ്ട് ശ്രീരാമനെ അവരുടെ അച്ഛൻ സമീപിച്ചു. അപ്പൊ ശ്രീരാമൻ ചോദിച്ചു, എന്താ കാരണം? എന്താ മരിക്കാനുള്ള കാരണം? അപ്പൊ പറഞ്ഞു, ശംഭുകൻ എന്ന ഒരു ശൂദ്രൻ തപസ്സാചരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ശ്രീരാമൻ പുഷ്പക വിമാനത്തിലേറി ലോകം മുഴുവനും കറങ്ങി നടന്നു. തലകീഴായി തപസ്സാചരിക്കുന്ന ശംഭുകനെ ശ്രീരാമൻ കണ്ടെത്തി. എന്നിട്ട് ശംഭുകന്റെ തല ഛേദിച്ചു എന്നാണ് ഉത്തര രാമായണത്തിലെ 3-ാം അധ്യായത്തിൽ ഈ കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ പോലും ബ്രാഹ്മണർക്ക് വേണ്ടി നിലനിന്ന, ശൂദ്രക്കെതിരായി നിലനിന്ന ഒരാളാണ് എന്ന് വരിച്ചു തീർക്കുകയാണ്. ദാർശനികമായ പിന്തുണ ഉണ്ടാക്കുകയായിരുന്നു ഇന്ത്യയിൽ ചെയ്തിരുന്നത്.
മറ്റൊരു സംഭവം കൂടെ രാമായണം പറയുന്നുണ്ട്. ശ്രീരാമന്റെ അടുത്തൊരു ശൂദ്രൻ യാചിച്ചുകൊണ്ട്, ഭിക്ഷ യാചിച്ചുകൊണ്ട് വന്നു. ശ്രീരാമൻ പറഞ്ഞു അത്രേ, എന്റെ ദാനം, എന്റെ സമ്പത്ത് ബ്രാഹ്മണ മഹത്തുക്കൾക്കുള്ളതാണ്, ബ്രാഹ്മണ ശ്രേഷ്ഠർക്കുള്ളതാണ്. എന്റെ സമ്പത്ത് ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് കൊടുത്താലല്ലാതെ എനിക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവനെ ആട്ടിയോടിച്ചു ശ്രീരാമനെന്നും രാമായണത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ പോലും സവർണ മേധാവിത്വത്തിന്റെ ആളായി അവതരിപ്പിക്കുകയായിരുന്നു ഈ രാജ്യം. ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട ശക്തമായ തീവ്ര സംഘടനകളിൽ ഒന്നിന്റെ എല്ലാ നേതാക്കന്മാരും ബ്രാഹ്മണന്മാരായിരുന്നു. ഞാനിത് പറയുന്നത് ഇത് താത്വികമായ ചർച്ചയാണ്, വൈകാരികതയുടെ ചർച്ചയല്ല. ചിന്തിക്കാൻ, പഠിക്കാൻ, മനുഷ്യന്റെ മുമ്പിൽ ദൈവം അവതരിപ്പിച്ച ദർശനവും മനുഷ്യരവതരിപ്പിച്ച ദർശനവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. B.R. അംബേദ്കറിനെ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി. B.R. അംബേദ്കർ ഒരിക്കൽ പറഞ്ഞു, വളരെ ഗൗരവമായി അദ്ദേഹം പറഞ്ഞു, വമ്പിച്ച പോരാട്ടമായിരുന്നു ജാതീയതക്കെതിരെ. സത്യത്തിൽ നെൽസൺ മണ്ടേല ഭാരതരത്നം നേടിയ ആളാണ്. ഇന്ത്യയിൽ വന്ന് നെഹ്റു അവാർഡ് നേടിയിട്ടുണ്ട് അദ്ദേഹം. മഹാത്മാഗാന്ധി സമാധാന അവാർഡ് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നെൽസൺ മണ്ടേലക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിമോചന ചിന്തകളുമായി, മനുഷ്യർക്കിടയിലെ ഉച്ചനീചത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി സിട്ടാവ് അവതരിപ്പിച്ച വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു പോയിന്റ് പറയാണ് ഞാൻ. സുഹൃത്തുക്കളെ, B.R. അംബേദ്കർ ഒരിക്കൽ പറഞ്ഞു, 3 പ്രബല മതം നിങ്ങൾക്ക് സ്വീകരിക്കാം, 3 ദർശനങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാം. 3 ദർശനങ്ങളിൽ ഒന്ന് ബുദ്ധമതമാണ്, 2 ക്രിസ്ത്യാനിറ്റിയാണ്, 3 ഇസ്ലാമാണ്. B.R. അംബേദ്കർ പറഞ്ഞു, ഒരു പറയനോ ഒരു പൊലയനോ ക്രിസ്ത്യാനിയായാൽ അവനെ പറയൻ ക്രിസ്ത്യൻ, പൊലയൻ ക്രിസ്ത്യൻ എന്ന് തന്നെയാണ് പിന്നെയും പറയുക. ഒരാൾ ഇസ്ലാം ആയാലോ ആ ആയ അന്ന് മുതൽ ആ വാൽക്കഷ്ടം ഇല്ലാതാകും. അയാൾ സമ്പൂർണനായി മനുഷ്യ സമൂഹത്തിലെ ഒരു മെമ്പറായി തീരും. അതിന്റെ കാരണം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ്. കാരണം ലോകത്തെ ഏത് ദർശനവും ഒന്നുകിൽ വ്യക്തികളുടെ പേരിലാണ്, കാലത്തിന്റെ പേരിലാണ്, ഭൂമിശാസ്ത്രത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഗോത്രത്തിന്റെ പേരിലാണ്. ഇസ്ലാം എന്ന പദം സിൽമി എന്ന അറബി ധാതുവിൽ നിന്നുണ്ടായതാണ്. സമർപ്പണം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. സമാധാനം, സമർപ്പണം വഴി മനുഷ്യർ നേടുന്ന സമാധാനം, അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യർ ദൈവത്തിന് അവരെ സമർപ്പിക്കുകയാണ്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവിൽ മനുഷ്യനെ സമർപ്പിക്കുകയാണ്. B.R. അംബേദ്കർ പറഞ്ഞത്, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾ സമ്പൂർണരായ മനുഷ്യരായി തീരും. വിശുദ്ധ ഖുർആനിലെ 82-ാം അധ്യായം 6, 7, 8 വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ തുടക്കത്തിൽ ഉദ്ധരിക്കുകയാണ്. സൃഷ്ടാവിന്റെ വചനത്തിന്റെ പ്രത്യേകതയും സൃഷ്ടികളുടെ സംഗുയത്വം തമ്മിലുള്ള വ്യത്യാസത്തെ വളരെ ഗംഭീരമായി പഠിപ്പിക്കുന്ന ഒരു ഖുർആനിക വചനം. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുറക ബിറബ്ബിക്കൽ കരീം. ദൈവത്തിന്റെ വാചകമായി വിശുദ്ധ ഖുർആൻ ഒടുവിലത്തെ മോഡറേറ്ററായ സകല വേദങ്ങളെയും പ്രൊട്ടക്ട് ചെയ്ത ഗ്രന്ഥം, അതാണ് ഖുർആൻ. ആ ഖുർആൻ ആവർത്തിച്ചു വായിക്കപ്പെടുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഹുദല്ലിന്നാസ്, മാനവരാശിക്ക് ആകമാനമുള്ള മാർഗദർശന ഗ്രന്ഥം. ആ ഗ്രന്ഥം പറയാണ്, അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ ക്രിസ്ത്യാനികളെ, അല്ലയോ ജൈനരെ, അല്ലയോ ബൗദ്ധരെ, അല്ലയോ പാശ്ചാത്യരെ എന്നല്ല വിളിക്കുന്നത്. മറിച്ച് ഖുർആൻ വിളിച്ചത് അല്ലയോ മനുഷ്യരെ. ഔദാര്യവാനായ പദം ശരിക്കും ശ്രദ്ധിക്കണം. കാരുണ്യവാനായ, ഔദാര്യവാനായ നിന്റെ നാഥന്റെ കാര്യത്തിൽ നിന്നെ മറപ്പിച്ചു കളഞ്ഞ ഘടകം എന്താണ്? ഔദാര്യവാനായ നിന്റെ സൃഷ്ടാവ്. ഇത് പറയുമ്പോ സ്വാമിജിയുടെ ഒരു വിശദീകരണത്തെ ഒന്നുകൂടി അപഗ്രഥ സ്വഭാവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. ദൈവം മുസ്ലിമിന് മാത്രം കാരുണ്യം ചൊരിയുന്നവനാണെങ്കിൽ ദൈവം വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും കാരുണ്യം ചൊരിയുന്നവനാകുന്നു എന്നാണ് ഇസ്ലാം. അതായത് നിഷേധി, സത്യനിഷേധി, അതുപോലെ സത്യത്തെ അംഗീകരിക്കുന്നവൻ, വിശ്വാസി, അവിശ്വാസി. സ്വാമിജി ഉപയോഗിച്ച പദമാണ് ഞാൻ പറയുന്നത്. അബ്രഹാം പ്രവാചകൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, നിന്നിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് നീ സമറാത്ത് നൽകണം, ഫ്രൂട്ട് നൽകണം, പഴവർഗ്ഗങ്ങൾ നൽകണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അബ്രഹാമിന്റെ പ്രാർത്ഥന അള്ളാഹു തിരുത്തി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയെ അള്ളാഹു തിരുത്തി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഴിപ്പെട്ടവരോടും വഴിപ്പെടാത്തവരോടും ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്ന നിരീശ്വരവാദിയോടും ദൈവത്തിനെതിരെ തെറി പറയുന്ന നിരീശ്വരവാദിയുടെ നാവിന് ശക്തി നൽകിയ പരമകാരുണികനായ അള്ളാഹു. ഇസ്ലാമിന്റെ ഏറ്റവും സുപ്രധാനമായ
പ്രത്യേകതകളിൽ ഒന്നെന്താണ്? ഏറ്റവും സുപ്രധാനമായ പ്രത്യേകതകളിൽ ഒന്ന്, ഏറ്റവും പ്രധാനമായ കാര്യം ഇസ്ലാം ഫാത്തിഹയിലൂടെ പഠിപ്പിക്കപ്പെടുന്ന വളരെ പ്രധാനമായ പോയിന്റാണ്. അതെന്താണ്? അർ-റഹ്മാൻ, അല്ലാഹു പരമകാരുണ്യകനാണ്. അർ-റഹീം, പരമകാരുണ്യകനും കരുണാവാരിധി. വഴിപ്പെട്ടവരോടും വഴിപ്പെടാത്തവരോടും ഒരേപോലെ കാരുണ്യം കാണിക്കുന്നവൻ. ഇപ്പൊ ചോദിച്ചു ഇവിടെ സൂര്യന്റെ കിരണങ്ങൾ മോനെ മാക്സിമം കുറച്ചാൽ എന്റെ ശബ്ദം പട്ടിയുടെ പോവും. മാക്സിമം കുറച്ചാൽ അവര് ഒരു കൃത്യത്തിൽ വെക്ക്. അപ്പൊ ഞാൻ പറയുന്നത് വളരെ പ്രധാനമായ വിശുദ്ധ ഖുർആനിൽ ഫാത്തിഹയിൽ പോലും പറയുന്നത് എന്താണ്? ഫാത്തിഹയിൽ പറയുന്നത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ജാതിയും മതവും നോക്കിയല്ല അല്ലാഹു സൂര്യനെ സൃഷ്ടിച്ച്. സൂര്യൻ പടച്ചതമ്പുരാന്റെ സൃഷ്ടിയാണ്. അതിന്റെ കിരണങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. മഴ പെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. പൂവുകൾ വിടരുന്നത് എല്ലാവർക്കും വേണ്ടിയുമാണ്. ഈ ഭൂമിയെ സൃഷ്ടിച്ചത് എല്ലാവർക്കും വേണ്ടിയുമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലെ എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, മാനവരാശിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഖുർആനിന്റെ 2-ാം അധ്യായം 29-ാമത്തെ വചനം. അപ്പം മനുഷ്യർക്ക് വേണ്ടി ഇതൊക്കെ സൃഷ്ടിച്ചു. സ്വർഗനരകങ്ങളോ അവിടെയാണ്. വഴിപ്പെട്ടവനെയും വഴിപ്പെടാത്തവനെയും വേർതിരിക്കുന്നത് അവിടെയാണ്. അത് നീതിയുടെ വ്യവസ്ഥയാണ്. ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കണം കണക്ക്, ഉറപ്പാണല്ലോ. മാത്തമാറ്റിക്സിന്റെ അധ്യാപകൻ എല്ലാ കുട്ടികൾക്കും പഠിപ്പിക്കണം ഒരേപോലെ. എന്നാൽ അതിലൊരു കുട്ടി റാങ്ക് നേടുന്നു, ഒരു കുട്ടി തോറ്റുപോകുന്നു, രണ്ടുപേർക്കും ഒരേ പ്രവേശനം സാധിച്ചാൽ ആ അധ്യാപകൻ നീതിയില്ലാത്തവനാണ്. അതാണ് സ്വർഗനരകങ്ങളുമായി ബന്ധപ്പെട്ടിടത്ത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ചോറ് കൊടുക്കുന്നിടത്ത്, ഭക്ഷണം കൊടുക്കുന്നിടത്ത്, സമ്പത്ത് കൊടുത്തിടത്ത് ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ടാവാം, ഒരുപാട് കിട്ടിയിട്ടുണ്ടാവാം. ദൈവത്തെ അംഗീകരിച്ചവർക്ക് വളരെ കുറവുമാകാം. അവിടെയാണ് ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി ചോദിച്ചൊരു ചോദ്യം, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുർറക ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ ഘടകം എന്താണ്? വളരെ പ്രധാനമായ ചോദ്യങ്ങളിൽ ഒന്നാണ്. എന്നിട്ട് പറഞ്ഞു, അവൻ നിന്നെ ശരിപ്പെടുത്തി, സൃഷ്ടിച്ചു, വ്യവസ്ഥ നൽകി. മനുഷ്യർക്ക് സിട്ടാവ് വ്യവസ്ഥ നൽകി. ഫി അയ്യി സൂറത്തിൻ മാശാ റക്കബക്. ആ വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫി അയ്യി സൂറത്തിൻ മാശാ റക്കബക്. അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിങ്ങൾക്ക് നിറവും വർണ്ണവും നൽകി. അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ ഹൈറ്റും വെയിറ്റും നൽകി. ഹൈറ്റ് കുറഞ്ഞവരും കൂടിയവരും കറുത്തവരും വെളുത്തവരും സ്പ്രിങ് മുടിയുള്ളവരും ഇതൊക്കെ ദൈവം വ്യത്യാസപ്പെടുത്തിയതാണ്. വിശുദ്ധ ഖുർആനിലെ 82-ാം അധ്യായം 6, 7, 8 വചനത്തിൽ പറയുന്നത് തന്നെ എന്താണ്? ഫി അയ്യി സൂറത്തിൻ മാശാ റക്കബക്. മനുഷ്യന് ദൈവമാണ് നിറവും വർണ്ണവും വൈവിധ്യതകളും വ്യത്യാസങ്ങളും എല്ലാം നൽകിയത്. അതിന്റെ പേരിൽ മനുഷ്യരെ ഉച്ചനീചത്വങ്ങൾ കൽപ്പിച്ച് മാറ്റി നിർത്തുന്നതിനോട് അതിശക്തമായി ഇസ്ലാം വിയോജിച്ചിട്ടുണ്ട്. ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രം ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഈ കഴിഞ്ഞ ഹജ്ജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കാവുന്നതാണ്. ഈ കഴിഞ്ഞ ഹജ്ജ് എല്ലാവർക്കും, ഏത് ഹജ്ജും അവിടെ 25-30 ലക്ഷത്തോളം ആളുകൾ 250 രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായി വരുന്നു. വ്യത്യസ്തരായ നിറത്തിലും വർണ്ണത്തിലും ഹജ്ജ് കർമ്മത്തിന് വരുന്ന ആളുകൾ അവിടെ എല്ലാ 250 രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യരവിടെ വരുന്നു. 250 രാജ്യങ്ങളിൽ നിന്ന് അവിടെ ആളുകൾ വരുന്നു. വെളുച്ചവരുണ്ട്, കറുച്ചവരുണ്ട്, എല്ലാ ടൈപ്പ് ആളുകളുണ്ട്, കോടീശ്വരന്മാരുണ്ട്. ഒരേ വേഷത്തിൽ, ഒരേ വിധാനത്തിൽ, ഒരേ ടൈപ്പിൽ. ഒന്നാലോചിച്ച് നോക്കൂ. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിൽ, ഖലീഫ ഉമറിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു രാജാവ്, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് ഹജ്ജിന് വന്നു. ഒരു പ്രമുഖനായ ആള് ഹജ്ജിന് വന്നു. ആ ഹജ്ജ് കർമ്മത്തിൽ തവാഫിനിടയിൽ ഒരു താഴേക്കടയിലുള്ള സാധാരണക്കാരൻ ഈ രാജാവിന്റെ കാലിൽ ചവിട്ടിപ്പോയി. അയാള് ഈ സാധുവിന്റെ മുഖത്ത് പ്രഹരിച്ചു. ഈ രാജാവ് സാധുവിന്റെ മുഖത്ത് പ്രഹരിച്ചു. ഈ വിഷയം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ സന്നിധിയിലെത്തി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തെ ഈ സാധാരണക്കാരെ കൊണ്ട് തിരിച്ചടിപ്പിച്ചു, നീതി നടപ്പാക്കി. കാരണം താഴേക്കിടയിലുള്ളവനായിപ്പോയി, രാജാവിന്റെ കാലിൽ ചവിട്ടി എന്ന കാരണം കൊണ്ട് പറഞ്ഞ് ആക്രമിച്ചപ്പോൾ ആ ഉച്ച നീചത്വത്തെ നീതിയോടുകൂടി നോക്കിക്കാണുകയും
അത് നടപ്പാക്കുകയും ചെയ്യും. ഇസ്ലാം മനുഷ്യരെ മുഴുവനും യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശൂബൻ വകബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെ വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങളിൽ ആരാണ് ആദരണീയൻ? ദൈവസന്നിധിയിൽ നിങ്ങളിൽ ആരാണ് ആദരണീയൻ? പാശ്ചാത്യനാണ്, പൗരസ്ത്യനാണ്, അറബിയാണ്, അനറബിയാണ് എന്നൊന്നും പറഞ്ഞില്ല. ലാ ഫളില ലി അറബിയൻ അലാ അജമിയ. അറബിക്ക് അനറബിയേക്കാൾ, കറുച്ചവന് വെളുത്തവനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല. ദൈവസന്നിധിയിൽ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതല്ലാതെ, ദൈവത്തെ സൂക്ഷിച്ച് ഏറ്റവും ഭക്തനായി, ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കലാണ് ദൈവസന്നിധിയിൽ ആദരിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ ബ്രാഹ്മണനാകുക, ക്ഷത്രിയനാവുക എന്നതല്ല. ഇസ്ലാം ജാതീയതയെ അതിശക്തമായി എതിർത്തു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ബിലാൽ റളിയല്ലാഹു അൻഹു, കറുത്ത വർഗക്കാരനായ ബിലാൽ, എത്യോപ്യക്കാരനായ ബിലാൽ, അടിമയായ ബിലാൽ. ആ ബിലാലിനെ, കറുത്ത വർഗക്കാരനായ ബിലാലിനെ ഏറ്റവും പ്രധാനമായി വെളുത്ത വർഗത്തിൽപ്പെട്ട സൽമാനുൽ ഫാരിസിയെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച് മാനവ സമൂഹത്തിന്റെ ഗീതം പാടിയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ വെളുത്ത വർഗക്കാരനായിരുന്നു. അബൂദറും ബിലാലും തമ്മിൽ വാക്കേറ്റമുണ്ടായപ്പോൾ ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചു. ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് വിളിക്കുകയുണ്ടായി. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്നെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചിരിക്കുന്നു, എന്നെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബൂദറിനോട് ചോദിച്ചു, അബൂദർ, താങ്കൾ ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചോ? അദ്ദേഹം പറഞ്ഞു, അതെ. പ്രവാചകന്റെ വാക്ക്, താങ്കളിൽ ജാഹിലിയത്തിന്റെ അംശം, അജ്ഞാന കാലഘട്ടത്തിന്റെ അംശം താങ്കളിൽ അവശേഷിക്കുന്നു എന്നാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്. താങ്കൾ ഇസ്ലാം ആയിട്ടില്ല പൂർണ്ണമായി എന്നാണ് അബൂദറിനോട് പ്രവാചക തിരുമേനി പറഞ്ഞിട്ടുള്ള വാചകം. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബാർബറെ കൊണ്ട്, അതായത് നമ്മുടെ നാടുകളിൽ ബാർബറുടെ, ഞാനൊരു ബാർബറാണെങ്കിൽ ഒരു ബാർബർ കുടുംബത്തിലെ പെണ്ണിനെയല്ലാതെ എനിക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു മനോഗതം ഈ രാജ്യത്തും നാട്ടിലും മുസ്ലിങ്ങൾക്കിടയിലും ഒക്കെ നിലനിൽക്കുകയാണ്. ഖുറൈശി പ്രമാണികളിൽ ശ്രേഷ്ഠയായ ഒരു സ്ത്രീയെ ബാർബറെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഉച്ചനീചത്വങ്ങളെ തുടച്ചു മാറ്റുകയായിരുന്നു പ്രവാചക തിരുമേനി. വിശുദ്ധ ഖുർആനിലെ എത്ര വചനങ്ങളാണ് മാനവ സമൂഹത്തെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് പറയുന്ന വചനങ്ങൾ. ഖുർആൻ മനുഷ്യരെ എന്നാണ് വിളിച്ച് സംസാരിച്ചത്. എല്ലാവരും, എവിടെ കൂടിയവരും പുറത്തുനിന്ന് പ്രസംഗം കേൾക്കുന്നവരും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു പോയിന്റ്, മനുഷ്യരെ എന്ന് വിളിച്ച് ചർച്ച ചെയ്ത മതം ഒരു വളരെ പ്രധാനമറിയിക്കുന്ന പോയിന്റ്. അപ്പൊ നിങ്ങൾ നോക്ക്, ശൂദ്രൻ നൽകുന്ന ഭക്ഷണം അത് ബ്രാഹ്മണൻ കഴിക്കാൻ പാടില്ല. മനുസ്മൃതിയുടെ 1-ാം അധ്യായം 210-ാമത്തെ വചനം. ശൂദ്രന്റെ അന്നം ബ്രാഹ്മണ തേജസ് നശിപ്പിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. തട്ടാന്റെ അന്നം ആയുസ്സിനെയും ചർമ്മക്കാരന്റെ അന്നം കീർത്തിയെയും നശിപ്പിക്കും. ശില്പിയുടെ അന്നം സന്തതിയെയും അലക്കുകാരന്റെ അന്നം ശരീരബലത്തെയും നശിപ്പിക്കും. വൈദ്യന്റെ അന്നം ചലതുല്യമാണ്, ആയുധ വിൽപ്പനക്കാരന്റെ അന്നം മലവുമാണ് എന്നാണ് മനുസ്മൃതി 4-ാം അധ്യായം 218 മുതൽ 221 വരെയുള്ള വചനത്തിൽ പറയും. അഥവാ മനുസ്മൃതിയുടെ വാചകം ഈ ജാതി വ്യവസ്ഥയെ അരക്കട്ടുറപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യനിർമ്മിത വചനങ്ങളാണ് ഇത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഖുർആന്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആനിന്റെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിന്റെ 7-ാം അധ്യായം 188-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 1-ാമത്തെ വചനം, 3-ാമത്തെ വചനം, 5-ാമത്തെ വചനം, 9-ാമത്തെ വചനം, 11-ാമത്തെ വചനം, 73-ാമത്തെ വചനം, 49-ാം അധ്യായം 13-ാമത്തെ വചനം. ഇങ്ങനെ ഖുർആനിലെ 82-ാം അധ്യായം 6-7 വചനങ്ങൾ, 84-ാം അധ്യായം 5-6 വചനങ്ങൾ, 85-ാം അധ്യായം
5, 6, 7 വചനങ്ങൾ. അതിലെല്ലാം മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. മനുഷ്യരെ മുഴുവനും വിളിച്ചിട്ട് ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാകുന്നു നിങ്ങൾ. ഈ ലോകത്ത് കാണുന്ന മുഴുവൻ മനുഷ്യന്മാരെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാം അള്ളാഹുവിന്റെ അടിമകൾ, ഒരച്ഛൻ്റെ അമ്മയുടെ മക്കൾ. എത്ര ഹൃദ്യമാണ്! അതാണ് സൃഷ്ടാവ് അവതരിപ്പിച്ച ദൈവിക ദർശനത്തിന്റെ പ്രത്യേകത. അറബ് ജനത ഒരുപാട് തർക്കങ്ങളിലും വിതർക്കങ്ങളിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയാണവർ. ഗോത്രത്തിന്റെ പേരിൽ വയക്കടിച്ചവർ, ഒരു ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി 40 വർഷങ്ങളോടെ യുദ്ധം ചെയ്തവർ, ഉച്ചനീചത്വങ്ങൾ കുടുംബിരിക്കൊണ്ട ഒരു ജനത. നിങ്ങൾ നോക്ക്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന കോടീശ്വരൻ അദ്ദേഹത്തിന്റെ സഹോദരിയെ ബിലാൽ റളിയല്ലാഹു കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത്. ബിലാൽ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ ഷോൾഡറിൽ ചവിട്ടിയാണ് കഅബത്തിങ്കൽ കയറിയത്. ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നില്ല. കറുത്താലും വെളുത്താലും മനുഷ്യന്റെ മനസ്സിന്റെ ശുദ്ധിയെ ഏറ്റവും പ്രധാനമായി കണ്ടു ഇസ്ലാം. അങ്ങനെ മനുഷ്യരെ യാതൊരു നിലക്കുമുള്ള ഉച്ചനീചത്വങ്ങളില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അരയിൽ ചൂല് കെട്ടി ഒരു സ്റ്റെപ്പ് നീങ്ങിയാൽ ആ കാലടി അടിച്ചു തൂത്തുവാരാതെ ബ്രാഹ്മണൻ അതുവഴി പോകുമായിരുന്നില്ല. നിങ്ങൾക്കറിയാം, അബ്രഹാം പ്രവാചകന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഹാജറ ബീവി, അവരൊരു കറുത്ത സ്ത്രീയായിരുന്നു, അടിമയായിരുന്നു, ഏറ്റവും താഴേക്കിടയിൽ ഒരു സ്ത്രീയായിരുന്നു. അവർ സഫാ മർവാ കുന്നിൽ, മക്കയിലെ സഫാ മർവാ കുന്നിൽ അവർ നടന്നു, ഓടി. ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെരുപ്പ് ധരിക്കാതെ ആ സഫാ മർവാ കുന്നിൽ രാജാവും പണക്കാരനും പണിക്കാരനും കറുത്തവനും വെളുത്തവനും പാശ്ചാത്യനും പൗരസ്ത്യനും ഇന്തോനേഷ്യക്കാരനും ദക്ഷിണാഫ്രിക്കക്കാരനും എല്ലാവരും ആ ഹാജറ ബീവിയുടെ കാല് പതിഞ്ഞ മണ്ണിൽ അവിടെ ചൂലുകൊണ്ട് തൂത്തുവാരുന്നില്ല. എല്ലാവരും നടന്നുകൊള്ളണം, എല്ലാവരും. കാരണം ആ കറുത്ത സ്ത്രീയെ ഇസ്ലാം ആദരിച്ചു. ഗംഭീരമായിരുന്നു. പ്രവാചകന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആരാ? സാധാരണക്കാരാണ്. ഇറാഖ്ലിയസ് ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അബൂ സുഫിയാനോട് ചോദിക്കുന്ന ചോദ്യം, ഇദ്ദേഹത്തിന്റെ കൂടെ സമ്പന്നന്മാരാണോ പാവപ്പെട്ടവരാണോ? അബൂ സുഫിയാൻ പറഞ്ഞു, ദരിദ്രരാണ്, താഴേക്കിടയിലുള്ളവരാണ്. അപ്പോൾ ഇറാഖ്ലിയസ് ചക്രവർത്തി പറഞ്ഞു, ലോകത്തിലെ എല്ലാ സത്യദൂതന്മാരുടെയും ഏറ്റവും പ്രധാനമായ അവർ സത്യത്തിലാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അവരോടൊപ്പം ദരിദ്രരായിരിക്കും ഉണ്ടാവുക എന്നാണ്. ഫസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാദ്. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ പറയാണ്, പ്രവാചകരെ, താങ്കളുടെ മുഖം പാവപ്പെട്ടവരുടെ കൂടെ കെട്ടിയിടുക. പ്രവാചക തിരുമേനി പറഞ്ഞു, നിങ്ങൾ എന്നെ സാധുക്കളുടെ കൂടെ അന്വേഷിക്കുക. എത്ര ഉജ്ജ്വലമായിരുന്നു ദൈവിക ദർശനത്തിന്റെ പ്രത്യേകത. പ്രവാചക തിരുമേനി ഇതാണ് ആ ജനതയെ, ബിലാലെ, നിന്റെ കാൽപാദം സ്വർഗത്തിൽ കെട്ടുവല്ലോ. അടിമയായ കറുത്ത സാധാരണക്കാരനായ ബിലാലിനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഇസ്ലാമിന് വെക്കാൻ സാധിച്ചു. അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രത്യേകത, ദൈവിക ദർശനത്തിന്റെ പ്രത്യേകത അത്ര ഗംഭീരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ ഒന്നായി കാണാൻ, ഒന്നിച്ചു കാണാൻ, ഒരച്ഛന്റെ അമ്മയുടെ മക്കളായി കാണാൻ ഇസ്ലാമിന് സാധിച്ചു. ഇവിടുത്തെ ബാലനോട്, സുരേന്ദ്രനോട്, ദേവദാസിനോട് ഒരു വിരോധവും വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രവും ഇസ്ലാമിനില്ല. ഇഷ്ടമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, അലിവാണ്, അനുകമ്പയാണ്. പക്ഷെ ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിച്ച ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ഇസ്ലാമിലെ ഖുർആനിലെ ഒരു വാചകം മാനവികതക്കെതിരാണ് എന്ന് ഇന്ന് വരെ പറയപ്പെട്ടിട്ടില്ല. ഇല്ല. വളരെ ലളിതമായ ഒരു കാര്യം പറയാം. സെന്നവസ് നേരത്തെ ഇവിടെ ഉദ്ധരിച്ചു, തെൽമൂദ് നേരത്തെ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി, സ്വാമിജി പറയുകയുണ്ടായി. തെൽമൂദിൽ ഒരു വാചകമുണ്ട്, ജൂതന്മാർ 1948 മുമ്പ് ലോക ഭൂപടം, 1948 മുമ്പുള്ള ഭൂപടം, 1947 ഭൂപടം, ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴുള്ള ഭൂപടത്തിൽ ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു രാജ്യമില്ല. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. ലോക ഭൂപടത്തിൽ 1947 ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല ഭൂപടത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇസ്രയേൽ ജൂതന്മാർ അവർ ഫലസ്തീനികൾ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു, അതിഥികളായി. ആ അതിഥികളായി സ്വീകരിച്ച ആ ഫലസ്തീനികളെ ആട്ടിയോടിച്ച് ഇസ്രയേൽ എന്ന രാജ്യം രൂപപ്പെടുത്തിയതിൽ അമേരിക്കക്ക് പങ്കുണ്ട്, ബ്രിട്ടന് പങ്കുണ്ട്. ഞാൻ വളരെ പ്രധാനമായ ഒരു പോയിന്റാ പറയുന്നു. നോക്ക്, എന്റെ വീട്ടിലേക്ക് 2-3 അതിഥികൾ കയറി വന്നു. ഞാൻ അവരെ സൽക്കരിച്ചു.
കുറെ നാളെ വരെ എന്റെ കൂടെ കൂടി, അവസാനം എന്നെ തല്ലിപ്പുറത്താക്കി പുറത്തു നിന്നുകൊണ്ട് ഞാൻ പറയാൻ, എന്റെ വീടായത്, നിങ്ങൾ അതിഥികളായി വന്നവരാ, എന്നെ ആട്ടി ഓടിച്ചു എന്ന് പറയുമ്പോ എന്നെ തീവ്രവാദി എന്ന് വിളിക്കണം ലോകം. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ അതാണ് ഫലസ്തീനിൽ നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇസ്രയേലിനെ നയിക്കുന്ന, ജൂതന്മാരെ നയിക്കുന്ന തെൽമൂദ് എന്ന ഗ്രന്ഥത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തെൽമൂദിലെ ഒരു വാചകം സൃഷ്ടാവിന്റെ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയും. തെൽമൂദിലെ ഒരു വാചകം എന്താണെന്നറിയോ? അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ എന്നാണ്. അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ എന്നാ പറയുന്നത്. വല്ലാത്തൊരു അസഹിഷ്ണുതയുടെ, തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ വാക്കല്ലേ അത്? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ എന്ന ഖുറാനിൽ ഒരു വാചകമുണ്ട്. ഖുറാനിന്റെ 5-ാം അധ്യായം 32-ാമത്തെ വചനം. ആ വചനം എന്താ? അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ തുല്യതയില്ലാത്ത വാക്ക്. പ്രിയപ്പെട്ടവരെ, സിട്ടാവിന്റെ തത്വത്തിൽ മാനവ മൈത്രിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വാചകങ്ങളിൽ ഒന്ന് ഇതാണ്. അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ, നോക്ക്, അകാരണമായി ഒരു മുസ്ലിമിനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമിനെയും കൊന്ന കൊലയാളി നല്ല ഖുർആൻ പറഞ്ഞത്. അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ, ഒരു CPM-കാരനെ കൊന്നാൽ, ഒരു BJP-കാരനെ കൊന്നാൽ, ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനെ കൊന്നാൽ, ഒരു ജനതാദളുകാരനെ കൊന്നാൽ എന്ന് ഒരു മനുഷ്യൻ, അവൻ ആരാകട്ടെ, ഹിന്ദുവാകട്ടെ, മുസ്ലിം ആകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, ജൈനനാകട്ടെ, ബുദ്ധനാകട്ടെ, ചാർവാക മതത്തിന്റെ ആളാകട്ടെ, ഓഷോയുടെ ആളാകട്ടെ, അതുപോലെ ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കുന്ന സെക്സ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ എന്ന വിഷയത്തെ ഉയർത്തിയവരാകാം, ആരുമാകാം. അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ, ഉദാഹരണമായി കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ ഒരു ബോംബ് വെച്ച്, തടിയന്റെ അവിടെ നസീർ ഒരു ബോംബ് വെച്ചാൽ അത് പൊട്ടി അകാരണമായി ഒരു RSS-കാരൻ കൊല്ലപ്പെട്ടാൽ, ഒരു ബജ്രംദളുകാരൻ കൊല്ലപ്പെട്ടാൽ, ഒരു യുക്തിവാദി കൊല്ലപ്പെട്ടാൽ 714 കോടി മനുഷ്യരെയും കൊന്ന കൊലയാളിയാണവൻ എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന 714 കോടി മനുഷ്യരുടെയും മൂല്യം ഒരു മനുഷ്യന് കൽപ്പിച്ച ഈ മതം ലോകത്ത് നിലനിൽക്കരുത് എന്ന് വിചാരിക്കുന്നതിന്റെ പൊരുൾ എന്താണ്? കൽക്കട്ട ഹൈക്കോടതിയിൽ ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞ് ഖുർആനിന്റെ വാചകങ്ങൾ തീവ്രവാദമാണ്, ഖുർആനിന്റെ ആശയങ്ങൾ തീവ്രവാദമാണ് എന്ന് പറയപ്പെട്ടപ്പോ കൽക്കട്ട ഹൈക്കോടതി ഖുർആനിനെ നഖശികാന്തം പഠനത്തിന് വിധേയമാക്കി. കണിശതയുടെ സുന്ദരമായ പഠനം. അവസാനം കോടതി വിധിച്ചു, ഖുർആൻ നിരോധിക്കരുത് എന്ന് മാത്രമല്ല, ഖുർആൻ എല്ലാവരും പഠിക്കണം. കാരണം ഈ വാചകം, ഏത് വാചകം? അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ, കണ്ടോ, അകാരണമായി ഒരു മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല. ജൂതന്മാരുടെ വാചകം എന്താ? അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ. അതാ വിഷയം. പലപ്പോഴും നിങ്ങൾ ആലോചിക്കണം, തീവ്രവാദം എന്ന പദം ആദ്യമായി ഉയർക്കൊണ്ടത് ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിലാണ്. 1700-കളിലാണ് തീവ്രവാദം എന്ന പദം ആദ്യമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രീയ വിപ്ലവത്തെ, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കീഴ്പ്പെടുത്തി, ആ രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തെ കീഴ്പ്പെടുത്തി ബലം പ്രയോഗിച്ച് അവരെ മാറ്റി മറ്റൊന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ പേരായിരുന്നു ലോകത്ത് തീവ്രവാദം എന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡിക്ഷണറിയിൽ ഈ യാഥാർത്ഥ്യം രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മതരംഗവുമായി ബന്ധപ്പെട്ടല്ല തീവ്രവാദം എന്ന പദം ഉപയോഗിച്ചത്. രാഷ്ട്രീയത്തിലെ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ടാണ് തീവ്രവാദം എന്ന പദം വ്യവഹരിക്കപ്പെട്ടത്. ലോകത്ത് ഇന്ന് മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളല്ല, എന്നാൽ എല്ലാ തീവ്രവാദികളും മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന ഏറ്റവും നീതിവിരുദ്ധമായ ഒരു സമീപനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആത്മാർത്ഥമായി മനസ്സ് തട്ടി ഞാൻ പറയാൻ, ഇസ്ലാം ശരിക്കും പിടിച്ച ഒരാൾക്ക് സ്നേഹമല്ലാതെ, കാരുണ്യമല്ലാതെ, ദയയല്ലാതെ, അലിവല്ലാതെ, ആർദ്രതയല്ലാതെ ഉണ്ടാകില്ല. ഒരു തായ്വരയിൽ പ്രവാചകനും അനുയായികളും ഒന്നിച്ചുകൂടി നല്ല തണുപ്പുള്ള രാത്രി, എല്ലുകളിൽ തുളച്ചു കയറുന്ന തണുപ്പുള്ള രാത്രിയിൽ പ്രവാചക തിരുമേനിയുടെ അനുചരന്മാർ വിറക് കൂട്ടി തീയിട്ടു. പ്രവാചകൻ ടെന്റിൽ നിന്ന് ഓടിക്കതച്ചു വരികയാണ്. ആ പരിസരത്ത് ഉറുമ്പുകൾ ചാലിട്ട് പോകുന്നു. പ്രവാചകൻ കോപാകുലനായി. പ്രവാചക തിരുമേനി ചോദിച്ചു, ആരാ ഈ ഉറുമ്പുകളിലെടുത്ത് തീയിട്ടത്? വേഗം വന്ന് ഈ തീ അണയ്ക്കൂ എന്ന് പറയുകയും തീ കംപ്ലീറ്റ് അണച്ചതിനു ശേഷം
ഒരു ഉറുമ്പ് പോലും അഗ്നിക്കിരയായില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് സ്തുതിച്ച ആളാണ് ഈ പ്രവാചക തിരുമേനി. ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന് തീവ്രവാദിയാകാൻ കഴിയില്ല, ഭീകരവാദിയാകാൻ കഴിയില്ല. പ്രവാചകനെ വിമർശിച്ചു എന്നതുകൊണ്ട് കൈവട്ടിയതുമായി ഇസ്ലാമിന് ബന്ധമില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, പ്രവാചക തിരുമേനി ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും താത്വികമായ കാര്യം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോവുകയാണ്, നിസ്സാരമായ കാര്യമല്ല. ഒരു ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് ആദരിച്ച പ്രവാചകനോട് അനുചരന്മാർ, സഖാക്കൾ ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ജൂതന്മാരല്ലേ? അതൊരു ജൂതന്റെ ശവമഞ്ചമല്ലേ? ഒരേ ഒരു ചോദ്യം പ്രവാചക ചക്രവർത്തി തിരിച്ചു ചോദിക്കുകയാണ്. അതെന്താണ് ആ ചോദ്യം? എന്താണ് ആ ചോദ്യം? എന്താണ് ആ ചോദ്യം? നിങ്ങൾ അറിയണം. എന്താണ് ആ ചോദ്യം? ആ ചോദ്യം ഇതാണ്: ജൂതൻ മനുഷ്യനല്ലേ? നോക്ക്, ജൂതൻ മനുഷ്യനല്ലേ? ഇറാഖിൽ, ചെച്നിയയിൽ, കോസോവോയിൽ, ലബനാനിൽ, ഫലസ്തീനിൽ, ഗാസയിൽ, അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ, പാകിസ്ഥാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ, കാശ്മീരിന്റെ തൈവരകളിൽ, ഭീവണ്ടിയിൽ, മൊറാദാബാദിൽ, ഒറീസയിൽ, ജാംഷഡ്പൂരിൽ, അതുപോലെ ഗുജറാത്തിൽ, ബോംബെയിൽ, അബ്രോൾ നഗരത്തിൽ, താജ് ഇന്റർനാഷണലിൽ, അതുപോലെ നരിമൻ പ്ലേസിൽ, കൊണാട്ട് പ്ലേസിൽ കൊല്ലപ്പെട്ട മാറാട്, പൂന്നാട്, പൂന്തുറയിൽ, വീഞ്ഞത്ത് കൊല്ലപ്പെട്ട മനുഷ്യരെല്ലാം മനുഷ്യരല്ലേ എന്ന ചോദ്യമാണ് ദൈവിക വചനത്തിന്റെ, ദൈവിക പ്രമാണങ്ങളുടെ ഏറ്റവും കാതലായ വശം. നിങ്ങൾക്കറിയാം, 60 മില്യണിലധികം ജൂതന്മാരെ ചുട്ടുകൊന്ന ഹിറ്റ്ലർ ക്രിസ്ത്യാനിയായിരുന്നു, ജോസഫ് സ്റ്റാലിൻ ക്രിസ്ത്യാനിയായിരുന്നു, മുസോളിനി ക്രിസ്ത്യാനിയായിരുന്നു. 1947-46 ഓഗസ്റ്റ് 6-9 തീയതികളിൽ ഹിരോഷിമയിലെ നാഗസാക്കിയിൽ ബോംബിട്ടത് ട്രൂമാനായിരുന്നു. ട്രൂമാൻ ക്രിസ്ത്യാനിയായിരുന്നു. ഈ സമയം MC സ്ക്വയർ എന്ന സൂത്രവാക്യം കണ്ടെത്തിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ജൂതനായിരുന്നു. അതൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല. LTTയിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളല്ല, ഉൾഫ തീവ്രവാദികളിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളല്ല, ലോക തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം ഇസ്ലാമിന്റെ പേരിലല്ല. അതെ, എങ്കിലും ഇസ്ലാം ക്രൂശിക്കപ്പെടുകയായിരുന്നു. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ലോകത്തിൽ. ഞങ്ങൾ പറയുന്നത്, ലോകത്ത് ഇസ്ലാം എന്നും നഖശികാന്തം എതിർക്കപ്പെട്ടു പോന്നിട്ടുണ്ട്, വിഷമമില്ല. പക്ഷേ ജനങ്ങളെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ഓർക്കണം. സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, അതുപോലെ ആകാശഭൂമികളെ സംവിധാനിച്ച ലോകത്തിന്റെ നാഥനാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത്. ഭാസ്കര, സുരേന്ദ്ര, ദേവദാസെ, ജോർജ്, നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ലോകത്തിന്റെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവാണ് മാനവകുലത്തെ ഇவ்விധത്തിൽ സംവിധാനിച്ചത്. എന്റെ പ്രധാനമായ മർമ്മപരമായ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാം അവതരിപ്പിച്ച, ഖുർആൻ അവതരിപ്പിച്ച, ഒടുവിലച്ച ഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരാശയം അതിന്റെ ഏകദൈവാരാധനയാണ്. സ്വാമിജിയുടെ പ്രസംഗത്തിൽ വളരെ ഗൗരവമായി അദ്ദേഹം ഒരു 4 വരി സൂക്തം ഉദ്ധരിക്കുകയുണ്ടായി. മനോഹരമായി അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു. പല വേദികൾ, പല കാലങ്ങളിൽ പങ്കിട്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. ഞാൻ പറയുന്നത്, ആ വാചകത്തിൽ പറയുന്ന ലോകത്തിന്റെ സകല ചരാചരങ്ങളെയും
സിട്ടാവിൻ്റെതാണെന്ന് പറയാൻ, അതേ എലിയും പൂച്ചയും പാമ്പും തേളും സിട്ടാവിൻ്റെതാണെന്ന് പറയാൻ കൃഷ്ണയജുർവേദത്തിന് സാധിച്ചുവെങ്കിൽ എത്ര അർത്ഥഗർഭമാണ്, എത്ര ഗംഭീരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാചകം ബൈബിളിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബൈബിളിലെ സങ്കീർത്തന പുസ്തകം 146 അധ്യായം, സങ്കീർത്തന പുസ്തകം 146 അധ്യായത്തിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ എത്ര മനോഹരമാണ്. ആ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ വാചകത്തിൽ പറയുന്ന വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാചകം ഇതാണ്: ആകാശത്തിലെ പറവകളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ ജലരാശിയെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ മാലാകമാരെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ സൂര്യചന്ദ്രന്മാരെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആഴിയിലെ മത്സ്യാദികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ഭൂമിയിലെ ഉരകവർഗങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, മനുഷ്യരെ നിങ്ങൾ അവനെ സ്തുതിക്കുക. കാരണം അവനല്ലയോ നിങ്ങളുടെ സൃഷ്ടാവ്, അവനല്ലയോ നിങ്ങളുടെ സംരക്ഷകൻ. നോക്ക്, ലോകത്ത് പടച്ചതമ്പുരാനെ പറ്റി വേദങ്ങൾ പറഞ്ഞത് അതാണ്. വേദം എന്ന പദത്തിന്റെ അർത്ഥം അറിവ് എന്നാണ്. ആരെക്കുറിച്ചുള്ള അറിവ്? സർവശക്തനായ ലോകത്തിന്റെ നാഥനെ കുറിച്ചുള്ള അറിവ്. ഒരു കാര്യം നിങ്ങൾ കേട്ടോളൂ, അതായത് അഥർവവേദത്തിലെ 13 അധ്യായം 5-ാമത്തെ പർവ്വത്തിൽ 20 മുതൽ 21 വാചകങ്ങൾ, ഏകനായ അവൻ ഏകനായി തന്നെ എന്നും നിലനിൽക്കുന്നവനാണ് എന്ന് നീ വിശ്വസിക്കുക. രണ്ടാമതൊരു ദൈവം ഇല്ല തന്നെ. ഈ ദൈവത്തെ ഏകനായി അറിയുന്നവൻ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. മൂസാ നബി നൽകിയ രണ്ടാമത്തെ മറുപടി ഒന്നുകൂടെ ചേർത്ത് വായിച്ചു നോക്കൂ. റബ്ബുനല്ലദീ അഅത കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഫിറ്റായ മറുപടി. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്തവൻ എന്റെ നാഥൻ. ഇസ്ലാം ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞ എന്താ? ആർട്ടിക് ടേൺ എന്ന പക്ഷിയുടെ ആ ജനിതക കോഡുകളിൽ ദേശാന്തര ഗമന സംവിധാനത്തെ ഏർപ്പെടുത്തിയവൻ ലോകത്തിന്റെ സൃഷ്ടാവ്. ബീവർ എന്ന് പറയുന്ന മൃഗത്തിന്റെ ജനിതക കോഡുകളിൽ അതിന്റെ സുന്ദരമായ സംവിധാനത്തെ ഏർപ്പെടുത്തിയവൻ. അതുപോലെ തന്നെ പൂമ്പാറ്റകൾക്കിടയിലെ ദേശാന്തര ഗമനത്തെ, മൊണാർക്ക് ചിത്രശലഭങ്ങളുടെ അതിന്റെ ജീവിതത്തിന്റെ അതിനെ കൃത്യമായ മാർഗ റൂട്ട് നിർണയിച്ചവൻ അവനാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. അപ്പം വളരെ വ്യക്തമാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച ദൈവവിശ്വാസം. വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഖുർആനിലെ അനവധി വചനങ്ങൾ. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ. എന്താ പറഞ്ഞത്? നിങ്ങൾ അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയവൻ സർവശക്തൻ. കണ്ടോ? നോക്ക്, നമ്മൾ ഇന്ന് ആരാധിച്ചവരും മുമ്പത്തെ തലമുറ ആരാധിച്ചവരും ഒക്കെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണവരാണ്. ആകാശത്തിന്റെ ചുവട്ടിലേക്ക് ജനിച്ചു വീണവരാണ്. ആകാശവും ഭൂമിയും സംവിധാനിച്ചവരല്ല. ആകാശവും ഭൂമിയും സംവിധാനിച്ചവരെ ആരാധിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നോക്ക്, ഏറ്റവും വലിയ അത്ഭുതം, ആദം അലൈഹിസ്സലാം ആദ്യ മനുഷ്യൻ, അദ്ദേഹം ഏതൊരു ദൈവത്തെയാണോ വിളിച്ചത് ആ ദൈവത്തെയാണ് നോഹ പ്രവാചകൻ വിളിച്ചത്. 950 വർഷം ആ നോഹ പ്രവാചകൻ വിളിച്ച അതേ ദൈവത്തെയാണ് അബ്രഹാം പ്രവാചകൻ വിളിച്ചത്. അബ്രഹാം പ്രവാചകൻ വിളിച്ച അതേ ദൈവത്തെയാണ് ഇസ്ഹാഖും ഇസ്മായിൽ അലൈഹിമുസ്സലാം വിളിച്ചത്, മൂസാ നബി വിളിച്ചത്. അതായത് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന 1.25 ലക്ഷത്തോളം അംബിയാ മുർസലിങ്ങൾ മുഴുക്കെ ആരാധിച്ചത് ആ സിട്ടാവിനെയാണ്. അഥവാ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന സിട്ടാവിന് മരണമില്ല. സായിബാബ മരിച്ചു, അമ്മ മരിക്കും, പല ആളുകളും മരിച്ചുപോയി. എല്ലാവർക്കും അറിയാം. യേശു ക്രിസ്തുവിനെ വെള്ളിയാഴ്ച കുരിശിലേറ്റി, ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ്. വെള്ളിയാഴ്ചയുടെയും ഞായറാഴ്ചയുടെയും ഇടയിൽ വെള്ളി ശനിയായി, ശനി ഞായറായി. ഞാൻ കൺട്രോൾ ചെയ്യുന്നൊരു വാഹനം ഞാൻ മരിച്ചാൽ അത് നിന്നുപോകും. അതേ ഒരു സ്ഥലത്ത് പോയി ഇടിക്കും, അല്ലെങ്കിൽ ഒരു കൊക്കയിലേക്ക് മറയും. നേരെ മറിച്ച് സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ സായിബാബ മരിച്ചപ്പോൾ നിശ്ചലമായില്ല. അതിന്റെ അർത്ഥം അവർക്കാർക്കും അതിൽ കൺട്രോൾ ഇല്ലെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു, പക്ഷെ സൂര്യൻ നിശ്ചലമായില്ല, ചന്ദ്രൻ നിശ്ചലമായില്ല, പ്രകൃതിയുടെ ഒരു പ്രവൃത്തിയിൽ നിന്ന് പോയില്ല. കാരണം ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സുപ്രീം പവർ, അതാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. അവനെയാണ് അള്ളാഹു എന്ന് ഇസ്ലാം മാനവരാശിയെ പരിചയപ്പെടുത്തി. ആ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെയാണ് മോക്ഷം. ഇനി നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ.
മഹാനായ പ്രവാചകന്റെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മനോഹരമായ ഒരു വാക്ക്. പ്രവാചകൻ 13 കൊല്ലം മക്കയിൽ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ ഈ സമൂഹം മാറുമായിരുന്നില്ല. ഈ സമൂഹത്തിനെ അള്ളാഹുവിനെ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പറയുന്ന ഒരു വാചകം അതാണ്. അറബ് ജനത എങ്ങനെ നന്നായി, ദൈവത്തെ ശരിക്കും അവർക്ക് പഠിപ്പിക്കപ്പെട്ടു. അറബ് ജനത വ്യഭിചാരം, മദ്യപാനം, പലിശ, ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചുമൂടുക, ഇതൊക്കെ നിലനിന്നിരുന്നൊരു സൊസൈറ്റിയാണ്. ആ സമൂഹത്തെയാണ് 1/4 നൂറ്റാണ്ടിനുള്ളിൽ, ഇത് കവിതയല്ല, ഭാവനയല്ല, കലയല്ല, ഒറിജിനലായി നടന്നൊരു ചരിത്രമാണ്. ആർക്കും പ്രവാചകന്റെ ചരിത്രം നിഷേധിക്കാനാവില്ല. അത്ര ഗംഭീരമായ ചരിത്രം, അത്ര ശ്രേയസ്കരമായ ചരിത്രം. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ പ്രവാചകൻ ആ നാട്ടുകാരെ എന്ത് പഠിപ്പിച്ചു? എല്ലാവരും ആലോചിക്കണം. എല്ലാ തിന്മകളും ചെയ്തൊരു ജനപദമായിരുന്നു അവർ. ആ ജനപദത്തെ പ്രവാചകൻ ശരിക്കും ദൈവത്തെ പറ്റി കൃത്യമായി പഠിപ്പിച്ചു. ആരാണ് ദൈവം എന്ന് മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തെ പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യന് ഹൃദയം തന്ന, മനുഷ്യന് കണ്ണ് തന്ന, മനുഷ്യന് കാത് തന്ന, മനുഷ്യനെ സംരക്ഷിക്കുന്ന സൃഷ്ടാവിനെ നിങ്ങൾ ഭയപ്പെടുക എന്നൊരാശയമുണ്ടായി. അതുകൊണ്ടാണല്ലോ ലോകത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ് എന്ന് മഹാത്മാഗാന്ധി പറയാനുള്ള കാരണം എന്താ? ആ ഉമറിനെ മാറ്റിയത് ഇസ്ലാമാണ്. എങ്ങനെ മാറ്റി? ദൈവത്തിന്റെ കൃത്യമായ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ജയിലുകൾ ഇന്ന് എന്തിന്റെ കേന്ദ്രമാണ്? സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെ കേന്ദ്രമാണ്. അതായത് ജയിലിന്റെ പുറത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തിന്മയും ചെയ്യാൻ പറ്റും, 2 തിന്മയും ചെയ്യാൻ പറ്റും. പോലീസുകാരുടെ അംഗീകാരത്തോടെ എല്ലാ തിന്മയും ചെയ്യാൻ കോഴിക്കോട് ജയിലിൽ പോയാലും, ഞാൻ വളരെ ഗൗരവമായി പറയാൻ, എല്ലാ തിന്മയും ചെയ്യാൻ അത് തന്നെ നിയമത്തിന്റെ അംഗീകാരത്തോടെ എന്തും ചെയ്യാം. അതാണല്ലോ ഇന്നത്തെ ജയില്, അല്ലേ? ഇന്നത്തെ ജയില് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെ നീതിബോധമില്ലാത്തവരാൽ നയിക്കപ്പെടുന്ന സ്ഥാപനങ്ങളല്ലേ ഇന്നതൊക്കെ? ആലോചിച്ചു നോക്കൂ. ധൈര്യമില്ലാത്ത ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തോട് കൂറില്ലാത്ത ഒരു സമൂഹം ഇവിടെ വളരുന്നത്. ഇസ്ലാമിക ഭരണകൂടം എന്തായിരുന്നു? ഒരു ഉന്നത കുലജാതയായ സ്ത്രീ മോഷ്ടിച്ചു. ഇസ്ലാമിലെ നിയമപ്രകാരം മോഷ്ടാവ് അത് മോഷ്ടിച്ചു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൈവെട്ടണമെന്നാണ്. പ്രവാചകൻ ഉന്നത കുലജാതയായ പെണ്ണിന്റെ കൈവെട്ടാൻ തീരുമാനിച്ചു. അപ്പോ അടിമയായ ഉസാമത്ത് ബിൻ സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റെക്കമെൻഡേഷൻ നടത്തി. അവരൊരു ഉന്നത കുലജാതയല്ലേ, ശ്രേഷ്ഠരല്ലേ, അവരോട് താങ്കൾ ഒരിക്കലും അവരെ കൈവെട്ടുന്നവരുടെ ഗോത്രത്തിനും മേന്മക്കേടാൻ. പ്രവാചകന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. പ്രവാചകൻ കോപാകുലനായി. ഉസാമ, അള്ളാഹു എന്നെ നീതി നടപ്പാക്കാനാണ് തെരഞ്ഞെടുത്തത്. നീതിമാനായ അള്ളാഹു എന്നെ നീതി നടപ്പാക്കാനാണ് തെരഞ്ഞെടുത്തത്. ഉസാമ, അറിയുക, പൂർവകാല സമുദായം നശിച്ചു പോയത് വലിയ വലിയ ആളുകളെ റെസ്പെക്ട് ചെയ്തു, സാധാരണക്കാരെ ശിക്ഷിച്ചു. വലിയവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിച്ചില്ല. അതിന്റെ അനന്തര ഫലമായിരുന്നു എന്ന് പറഞ്ഞ് എന്റെ സ്വന്തം മകൾ, എന്റെ കരളിന്റെ കരൾ ഫാത്തിമയാണ് കെട്ടതെങ്കിലും അവളെ കൈമുറിക്കുമെന്ന് പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്, നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ 5-ാം അധ്യായം 8-ാമത്തെ വചനം, 4-ാം അധ്യായം 135-ാമത്തെ വചനം. അതായിരുന്നു ഇസ്ലാം. നീതി നടപ്പാക്കുകയായിരുന്നു. ആർക്കും യാതൊരു നിലക്കുമുള്ള പ്രാധാന്യം നൽകിയില്ല, അവരെ സ്വഭാവ മഹിമ കൊണ്ടല്ലാതെ. അതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ജയിലുകളിൽ ഇന്നും സൗദി അറേബ്യയിൽ കൃത്യമാണ് അവിടുത്തെ നിയമാവലികളും തെറ്റിനോടുള്ള സമീപനങ്ങളും. അത് രാജാവ് ചെയ്താൽ പോലും അവിടെ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. അതാണ് സൃഷ്ടാവിന്റെ സന്ദേശത്തിന്റെ പ്രത്യേകത. അല്ലാതെ നീതി നടപ്പാക്കേണ്ട കേന്ദ്രങ്ങൾ അനീതിയുടെ കേന്ദ്രമായി ചീരുന്ന വൈധാളികതയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. വേദഗ്രന്ഥങ്ങളിൽ ഏകനായ ദൈവത്തെ ആരാധിക്കാൻ കണിശമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പദീം പദീന പരമം പരസ്താത് വിദാമജേവം ഭുവനേശമേഡ്യം. ശേതരോപനിഷത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധന്മാരൊന്നും പരമാരാധ്യന്മാരല്ല. പരമമായി ആരാധിക്കേണ്ടവൻ സർവശക്തനായ ലോകത്തിന്റെ സൃഷ്ടാവാണ്. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. മഹാനിർവഹണ സ്തോത്രത്തിലെ വരി എന്താ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. എന്റെ ആരാധനകൾ ഏകനായ ദൈവമേ നിന്നോട് മാത്രമാണ് എന്നാണ് 1-ാമത്തെ അർത്ഥം.
എന്റെ സഹായം തേട്ടങ്ങളെല്ലാം എനിക്ക് കുട്ടികളെ തരണേ, എന്റെ രോഗം മാറ്റണേ, എന്നെ നന്മയുള്ളവനാക്കണേ, എന്റെ മനസ്സിന്റെ മ്ലേച്ഛതകൾ ഇല്ലാതാക്കണേ എന്ന് തുടങ്ങി ഏതേത് പ്രാർത്ഥനയും ഞാൻ നിന്നോട് മാത്രമാണ് നടത്തുന്നത്. ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ഈ മഹാജഗത്തിന്റെ കാരണഭൂതനാണ് അങ്ങ്, ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഏകനായ ദൈവമേ അങ്ങുന്നാകുന്നു എന്ന് പറയുന്ന മഹാനിർവ്വഹണ സ്തോത്രം. അതേ മാർക്കോസിന്റെ 12-ാം അധ്യായം 29 പറഞ്ഞ വാചകം, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ അവരേന്നല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നല്ല, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക എന്ന് മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം. വിഗ്രഹാരാധന പാടില്ലെന്ന് പറയുന്ന ബൈബിളിലെ സൂക്തം. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെ പറയുന്ന വിഗ്രഹാരാധന പാടില്ലെന്ന വചനം. നതസ്യ പ്രതിമാസ്തി എന്ന് പറയുന്ന യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം. ദൈവത്തിന് പ്രതിമയില്ലെന്ന് പറയുന്ന വാചകം. യക്ഷുശാന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസതേ യസ്സോത്രേണ നശ്രുണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസതേ. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്നതൊന്നും സാക്ഷാൽ ആരാധ്യനല്ല എന്ന കേനോപനിഷത്തിലെ 6-7 വാചകങ്ങൾ. അങ്ങനെ ബിംബാരാധനയില്ലാത്ത, സൃഷ്ടിപൂജയില്ലാത്ത, നിലവിളക്കില്ലാത്ത, അതുപോലെ മെഴുകുതിരി കത്തിക്കാത്ത, സാക്ഷാൽ ദർഗകൾ കെട്ടിയുയർത്താത്ത സാക്ഷാൽ പ്രപഞ്ചനാഥനെ മാനവകുലം മുഴുവൻ ആരാധിക്കുമ്പോഴാണ് മോക്ഷം പൂർത്തിയാവുക. സഹോദരങ്ങളെ, ലോകത്തുണ്ടായ കലാപങ്ങളുടെ, ലോകത്തുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണ്? സ്നേഹത്തോടെ ലളിതമായൊരു പോയിന്റ് പറഞ്ഞോട്ടെ. ബാബരി മസ്ജിദിൽ മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന കാലം, അവിടെ ബാങ്കൊലി മുഴങ്ങിയ കാലം, ഒരു ഇരുട്ടിൽ ഒരു സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പള്ളിയിലേക്ക് വരികയാണ്. സ്വാമിജിയുടെ കയ്യിലേക്ക് മുഅദ്ദിൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു പ്രതിമയുണ്ട്, ഒരു ബിംബമുണ്ട്. അത് ആരുടേതാണ്? ശ്രീരാമന്റേതാണ്. പ്രതിമ പാടില്ലെന്ന് പഠിപ്പിച്ച ചതുർവേദത്തിന്റെ, പ്രതിമ പാടില്ലെന്ന് പഠിപ്പിച്ച ഉപനിഷത്തിന്റെ ന്യായായ സ്വാമിജിയുടെ കയ്യിൽ ശ്രീരാമന്റെ ഒരു പ്രതിമ. ആ പ്രതിമ ബാബരി മസ്ജിദിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്നു. അതാണ് ഇന്നോളമുള്ള ഇന്ത്യയിലെ മുസ്ലിം കലാപത്തിന്റെ തുടക്കം. ഇന്ത്യയിലെ കലാപങ്ങളുടെയും ബാബരി മസ്ജിദ് ധ്വംസനത്തിന്റെയും കാരണം ദൈവമല്ല, വേദമല്ല, വിവരമില്ലാത്ത മനുഷ്യരുടെ ചെയ്തികളാണ്. പ്രതിമ പാടില്ലെന്ന് പഠിപ്പിച്ച മതത്തിന്റെ പേരിൽ പ്രതിമ കൊണ്ടുപോയി വെച്ചപ്പോൾ, പ്രതിമ വെക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക സമൂഹത്തെ വേദനിപ്പിച്ചപ്പോൾ കലാപത്തിന് തുടക്കമായി. നിങ്ങൾക്കറിയാം, BR അംബേദ്കറിന്റെ പ്രതിമയിൽ ചെരുപ്പ് ചാർത്തപ്പെട്ടു, ബോംബെയിൽ കലാപമുണ്ടായി. BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, 4 ആള് കൊല്ലപ്പെട്ടു. ഒറീസയിൽ ഒരുപാട് ക്രിസ്തീയ മിഷണറിമാർ ചുട്ടുകൊല്ലപ്പെട്ടു, കരിക്കപ്പെട്ടു. നിർബന്ധ മതപരിവർത്തനം എന്ന ആളെക്കൂട്ടുന്ന പദ്ധതി ആവിഷ്കരിച്ച പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ചയായി. യേശുക്രിസ്തുവിന്റെ പ്രതിമകൾ തകർക്കപ്പെട്ടു. എന്നാൽ 14 നൂറ്റാണ്ട് പിന്നിട്ട ഇസ്ലാമിക സമൂഹത്തിന് വളരെ കാതലായ ഒരു കാര്യം പറയാനുണ്ട്. പ്രവാചകന്റെ പ്രതിമ ഇന്ന് വരെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. നശിപ്പിക്കപ്പെടാൻ ഇസ്ലാമിൽ പ്രതിമയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിലെ കലാപവുമില്ല, അതിന്റെ പേരിലെ വക്കാണവുമില്ല, അതിന്റെ പേരിലെ വഴക്കുമില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കലാപം കുറച്ചു കൊണ്ടുവന്ന മതം ഇസ്ലാമാണ്. ഇസ്ലാം മനുഷ്യന് ഏറെ സുരക്ഷിതത്വം നൽകി. ലോകത്തേറ്റവും ഗംഭീരമായ സുരക്ഷിതത്വം. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യം വരെ. ഏതാനും ചില പോയിന്റുകളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഏറ്റവും പ്രധാനമായ ഒന്ന്, ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തിന്റെ സർവതല സ്പർശിയാണ് എന്നുള്ളതാണ്. ദൈവം അവതരിപ്പിച്ച ദർശനത്തിന്റെ പ്രത്യേകത എന്താണ്? സൊഡോമി, ലെസ്ബിയാനിസം, ഇത് രണ്ടും ആധുനിക ലോകത്ത് വീണ്ടും ചർച്ചയാവുകയാണ്. ആധുനിക ഇന്ത്യയിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ആണാണും പെണ്ണും തമ്മിൽ ലൈംഗികാസ്വാദനമേൽക്കുന്ന ഈ വൃത്തിഹീനമായ ഒരു സമ്പ്രദായത്തെ കുറിച്ചുള്ള ചർച്ചകൾ. അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ, ഖുർആനിന്റെ ഇന്നും ഡെഡ് സീ, ചാവുകടൽ, അൽ ബഹ്റുൽ മയ്യിത്ത് എന്ന് പറയുന്ന പ്രദേശം ഒരു ചെടി പോലും മുളയ്ക്കാത്ത വിധം ദൈവശിക്ഷയ്ക്ക് വിധേയമായി, ദൃഷ്ടാന്തമായി, നേരത്തെ പറയപ്പെട്ട ദൈവീക ദൃഷ്ടാന്തമായി ഇന്നും നിലനിൽക്കുകയാണ്. അതാണ് വിശ്വാസികൾക്കുള്ള മാർഗദർശനം. മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന, കൗടംബിക ജീവിതത്തിന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുന്ന അനവധി തിന്മകളുടെ വാതിലുകൾ തുറക്കപ്പെടുമ്പോഴും ഇസ്ലാമിന് കൃത്യമാണ്
ഞാൻ പറഞ്ഞ വളരെ പ്രധാനമായ മറ്റൊരു കാര്യം, ഒരു ഭാര്യ രോഗിയായി, അവൾ ഭർത്താവിനെ ലൈംഗികമായി തൃപ്തിപ്പെടുന്നതിൽ പരാജയപ്പെട്ടു എങ്കിൽ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായും പുരുഷന് ലൈംഗികാനന്ദം തീർക്കണം. എന്താ വഴി? പലതും പറയപ്പെട്ടേക്കാം, മനുഷ്യർ പലതും പറയാം. ഒന്ന്, ആ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് വ്യഭിചരിക്കുക, മറ്റു സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അതായിരിക്കും ഒന്ന് നിർദ്ദേശിക്കാനുണ്ടാവുക. അത് മാനവികമല്ല എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, അവളെ ഒഴിവാക്കി വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കുക എന്നതാണ്. മൂന്നാമത്തെ വഴി, രോഗം വന്നത് അവളുടെ കാരണം കൊണ്ടല്ല, രോഗിയായത് അവളുടെ കാരണം കൊണ്ടല്ല, ലൈംഗികമായ അവളുടെ ആനന്ദം നശിച്ചു പോയത് അവളുടെ കാരണം കൊണ്ടല്ല. അതുകൊണ്ട് മവദ്ദത്തും വറഹ്മ, അവളോട് ഭർത്താവ് കാരുണ്യം കാണിക്കണം. അവളെ നിലനിർത്തി അവളുടെ സമ്മതത്തോടെ മറ്റൊരു സ്ത്രീയെ വിവാഹിതയാക്കി അവളെ തെരുവിൽ തെണ്ടിക്കാതെ, അവളെ ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തല്ലാതെ ഭാര്യയായി അംഗീകരിച്ച് അവൾക്ക് നീതി നൽകി മറ്റൊരു സ്ത്രീയിലൂടെ ലൈംഗികാനന്ദം കണ്ടെത്തുക എന്ന മാനവികമായ തത്വം, അതാണ് ഇസ്ലാം അവതരിപ്പിച്ച ബഹുഭാര്യത്വത്തിന്റെ പ്രത്യേകത. നേരെ മറിച്ച് ആളുകൾക്ക് പറയാനുള്ളത് എന്താണ്? വ്യഭിചരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഭാര്യയെ തെരുവിലേക്ക് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ദൈവിക ദർശനത്തിന്റെ പ്രോജ്വലിമ പ്രകടമായി തീരുന്നത്. ഇസ്ലാമിനെ കാമാസക്തിയുടെ, ഇസ്ലാമിനെ 16-കാരിയെ വിവാഹം കഴിക്കുന്നതിന്റെ മതമായി ചിത്രീകരിക്കും.
ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടിക്കൊടുക്കണമെന്ന് പഠിപ്പിച്ച, തൊഴിലാളിയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച, ഭാരമേറിയ ജോലി ഏൽപ്പിച്ചാൽ അവനെ സഹായിക്കണമെന്ന് പഠിപ്പിച്ച, സ്ഥിരമായി നിന്റെ കീഴിൽ ജോലി ചെയ്താൽ നീ ധരിക്കുന്ന വസ്ത്രം പോലെ അവനെ ധരിപ്പിക്കണമെന്ന് പഠിപ്പിച്ച, നിന്റെ ഡൈനിങ് ടേബിളിലിരുത്തി ഒരു ഉരുള ഭക്ഷണം കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ദർശനം മാനവിക സമൂഹത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഒരു തുള്ളി മദ്യപിക്കാത്ത ഒരു നേതാവാണ് മുഹമ്മദ് നബി. കാർൽ മാർക്സിന്റെ ചരിത്രമതല്ല, എംഗൽസിന്റെ ചരിത്രമതല്ല, മുസോളിയുടെ ചരിത്രമതല്ല, അതുപോലെ വിവിഎം മൈബുഡിന്റെ ചരിത്രമതല്ല, ബട്ടൺ റസലിന്റെ ചരിത്രമതല്ല, വിക്ടർ ഹ്യൂഗോന്റെ ചരിത്രമതല്ല. പലിശ മുക്തമായ രാജ്യം ഭരിച്ച, പലിശാലയമില്ലാത്ത, വേശ്യാലയമില്ലാത്ത, മദ്യപാനമില്ലാത്ത മുക്തമായ രാജ്യം ഭരിച്ച, കച്ചവടത്തിന്റെ നേരും നെറിയും പഠിപ്പിച്ച, ലോകത്തിലെ മാനവിക ഭരണകൂടം എന്ന് വിശേഷിപ്പിച്ച, ഭരണകൂടത്തിന്റെ ചുക്കാൻ പിടിച്ച പ്രവാചകനെ, കരുണാവാൻ നബി, മണിമുക്തി രത്നമോ എന്ന് ലോകത്തെ പഠിപ്പിച്ച ആ പ്രവാചകനെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം ലോകത്തൊരു തുറന്ന പുസ്തകമാണ്. ഞാൻ ആത്മാർത്ഥമായി പറയാൻ, എന്റെ സർവ്വ കഴിവുകൾ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ മതം മനുഷ്യരോട് മുഴുവനും സഹിഷ്ണുത പറഞ്ഞു. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറയെ ഉണ്ണുന്നവൻ മുസ്ലിം അല്ലെന്ന് പഠിപ്പിച്ചു. അയൽവാസി നിന്നെ കുറിച്ച് നിർഭയനായിരിക്കണമെന്ന് പഠിപ്പിച്ചു. നിന്റെ അയൽവാസി ജൂതനാണെങ്കിൽ പോലും നിന്റെ വീട്ടിലുണ്ടാക്കുന്ന ആട്ടിറച്ചി കുറുങ്ങിപ്പോയാൽ അതിലൊരൽപ്പം വെള്ളം ചേർത്തെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കണമെന്ന് പഠിപ്പിച്ച, യാചിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച, അനാഥകളെ സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ച, പാവപ്പെട്ടവൻ ആരായാലും അവനെ സംരക്ഷിച്ചാൽ നിനക്ക് എന്നെ അവിടെ കാണാമെന്ന് പഠിപ്പിച്ച, ദാഹിച്ച മനുഷ്യന് വെള്ളം കൊടുത്താൽ എന്നെ നിനക്ക് അവിടെ കാണാമെന്ന് പഠിപ്പിച്ച, പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ നിനക്കെന്നെ അവിടെ കാണാമെന്ന് പഠിപ്പിച്ച ഈ മതത്തെ എങ്ങനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നു? പേരാമ്പ്രയിൽ എങ്ങനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നു? ഒരുപാട് കാലത്തിന്റെ മുജാഹിദുകളുടെ മോഹത്തിന്റെ പൂവണിയുകയാണ് ഇവിടെ. നാഥ, നിനക്ക് സർവസ്തുതി. സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതാണ് എൻ്റെ അവസാന പോയിന്റ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതില്ലെങ്കിൽ ലോകത്തിന്റെ അർത്ഥം എന്താണ്? അതില്ലെങ്കിൽ ലോകത്തിന്റെ അർത്ഥം എന്താണ്? എത്ര നിരപരാധികളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇവിടെ. എത്ര നിരപരാധികൾ ജയിലിൽ കഴിയുന്നുണ്ട്. എത്ര അപരാധികൾ സർവതന്ത്ര സ്വതന്ത്രരായിട്ടുണ്ട്. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഒരാൾ ആരായിരുന്നു? അന്ന് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭീകരവാദിയായിരുന്നു ഇസ്രയേലിന്റെ ഒരു പ്രധാനമന്ത്രി, അല്ലേ? ഇറാഖിലും ഫലസ്തീനിലും ചെച്നിയയിലും കോസഡോവയിലും ഗാസയിലും എല്ലാം ബോംബ് തുപ്പുന്നതിന്റെ പിന്നിൽ ആരായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് പങ്കുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ലേ? 3 ലക്ഷം ഹിരോഷിമയിലെ ജനങ്ങളെ ബോംബിട്ട് 2 ലക്ഷത്തെ നിഷ്കാസിതമാക്കിയവർക്ക് അതിൽ പങ്കില്ലേ? ഇല്ലേ? മനുഷ്യക്കുരുതി നടത്തിയത് മതത്തിനെതിരായ രാഷ്ട്രീയ ദർശനമല്ലേ? അഥവാ മതത്തെ എതിർത്തുകൊണ്ട് വന്ന മനുഷ്യന്റെ ചിന്തകളല്ലേ? അതുകൊണ്ട് തന്നെ മരണത്തിന് അതല്ല, പടച്ചോനിലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ദൈവസന്നിധിയിലേക്ക് സ്വർഗം ഗീതയിലെ 2-ാം അധ്യായം 37-ാമത്തെ സൂക്തമാണ്. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകുന്നു. മത്തായിയുടെ സുവിശേഷം പറയുന്നു, നിന്റെ കണ്ണുകൾ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ കണ്ണുകൾ ചുവന്നെടുത്ത് ദൂരെ കളയുക. കണ്ണില്ലാത്തവനായി സ്വർഗത്തിൽ പോകലാ നല്ലത്. നിന്റെ വലത് കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ ആ കൈ നീ മുറിച്ചു കളയുക. വികലാംഗനായി സ്വർഗത്തിൽ പോകലാണ് നല്ലത്. വിശുദ്ധ ഖുർആൻ അണുമണിത്തൂക്കന്മാര് നന്മ ചെയ്തോ അതവനുണ്ടാവും. അണുമണിത്തൂക്കന്മാരെ തിന്മ ചെയ്തോ അത് അവനുണ്ടാവും. അപ്പൊ ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും, നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ രംഗം, വിശ്വാസരംഗം, കർമ്മരംഗം, ആചാരരംഗം, കൗടംബിക രംഗം, ദാമ്പത്യരംഗം, സാമ്പത്തിക രംഗം, എല്ലാറ്റിലും ഇസ്ലാം ഇടപെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലുടനീളം മതം ഇടപെട്ടു. ആ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതം ഇടപെട്ടു. അങ്ങനെയൊരു മതത്തെ, ദൈവത്തിന്റെ മതത്തെ, ലോകത്തെ മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച ലോകനാഥന്റെ മതത്തെ ഒരൽപ്പം ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു. അൽഹംദുലില്ലാ. അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി. ഇനിയും കേരളത്തിൽ ഇതുപോലെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഈ 23 തലശ്ശേരിയിൽ നടക്കുന്നുണ്ട്.
എല്ലാ മതവിഭാഗങ്ങളുമുള്ള പ്രോഗ്രാമുകൾ, അനവധി പ്രോഗ്രാമുകൾ നമ്മുടെ പ്രസ്ഥാനം ഫോം ചെയ്യുകയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അനവധി ദാവാ സംരംഭങ്ങൾ. സഹോദരങ്ങളെ, തെറ്റുധാരണകൾ തിരുത്താൻ എല്ലാവർക്കും സാധിക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ തീവ്രവാദത്തിന്റെ പേരിൽ ജയിലടക്കപ്പെട്ടിട്ടില്ല, ഭീകരവാദത്തിന്റെ പേരിൽ ജയിലടക്കപ്പെട്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു റോഡ് പോലും ഞങ്ങൾ ബ്ലോക്ക് ആക്കിയിട്ടില്ല. കാരണം പ്രവാചകന്റെ വാചകം ഇമാത്തത്തുല്ലദ അനിത്തുരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ആർക്കും ഉപദ്രവമാകരുത് എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാം മാത്രമാണ് ശരി എന്ന് ഇസ്ലാം അവതരിപ്പിക്കുമ്പോഴും ഇതര മതങ്ങളോടെല്ലാം ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദർശനം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദർശനം. ലോകത്തെ ഏത് മതവും ആ മതവിശ്വാസിക്ക് അറിയണം അതാണ് ബെറ്റർ. ഒരു ഹിന്ദുവിന് ഹിന്ദുമതമാണ് ഏറ്റവും ഉത്തമം എന്ന വിശ്വാസം ഉണ്ടാകുമ്പോഴേ അതിനോട് ആത്മാർത്ഥതയുണ്ടാവും. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുമതമാണ് ഏറ്റവും ഉത്തമം എന്ന് വിശ്വസിക്കുമ്പോഴേ അവൻ ആ മതം സ്വീകരിച്ചതിന് അർത്ഥമുള്ളൂ. എല്ലാവരും എല്ലാ മതവും ദൈവത്തിലേക്കാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അവന്റെ മതം അത് മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഇവിടെ കുഴപ്പമില്ല, അത് മാത്രമേ നിലക്കാൻ പാടുള്ളൂ എന്നിവിടെ പറയരുത്. ഇന്ന വിഭാഗത്തിന്റെ പരിപാടി നടത്തൂല എന്ന് പറയുന്നത് മാനവികമല്ല. ഇന്ത്യ സ്വതന്ത്രമാണ്, ഇന്ത്യ സ്വതന്ത്രമാണ്. ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. അതിന്റെ 25ാം ഖണ്ഡിക ഒരു കാരണവശാലും ഇവിടുത്തെ പേരാമ്പ്രയിലെ ഒരാളും മറക്കരുത്. ഞങ്ങൾക്ക് പേരാമ്പ്രയിലുണ്ടായ പല അനുഭവങ്ങളും ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രശ്നമില്ല. വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, തിന്മയെ നന്മ കൊണ്ടാണ് ഞങ്ങൾ പ്രതിരോധിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിച്ച അതാണ്. ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, ഞങ്ങൾക്ക് പ്രസംഗിക്കണം, മതം പറയണം. ആരെയും ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. ഇന്ന് വരെ കേരളത്തിൽ ഒരിടത്തും ഞങ്ങൾ ആരെയും ഒരു കമ്മ്യൂണൽ റയോട്ടിന് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ തിരിഞ്ഞിട്ടില്ല. മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ മുസ്ലിമീങ്ങളിൽപ്പെട്ട വിവരമില്ലാത്തവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അമുസ്ലിങ്ങൾക്കിടയിൽ അവർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ കൃത്യമായി ഞങ്ങളുടെ ഒരു പ്രസംഗം കേട്ടാൽ കൃത്യമാണ് റൂട്ട്. മനസ്സറിഞ്ഞു പറയും, ഒറ്റ ദൈവത്തിന്റെ അടിമകളാണ് മനുഷ്യർ എന്നതാണ് ഞങ്ങളുടെ സന്ദേശം. ഒരു മാതാപിതാക്കളുടെ മക്കളാണ്. ഏത് മതം സ്വീകരിക്കുമ്പോഴും അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനിഹി, 6-ാം അധ്യായം 108-ാമത്തെ വചനം. നിങ്ങൾ ആരാധിക്കുമ്പോഴും ഇതര മത വിശ്വാസികളുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് തീർത്തു പറഞ്ഞ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആരോടും ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കാം. 18-ാം അധ്യായം 29-ാമത്തെ വാചകമാണ്. അതെ, വേറൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. കൃത്യമാണ്, ശരിയും തെറ്റും പ്രകടമാണ്, ഏകദൈവാരാധനയും ബഹുദൈവത്വവും പ്രകടമാണ്. അതെ, അതിവിടെ കൃത്യമാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, നന്ദിയുള്ളവരാകാം. ഖുർആന്റെ 76-ാം അധ്യായം വളരെ വ്യക്തമാണ്, 3-ാമത്തെ വചനം. ഖുർആന്റെ 10-ാം അധ്യായം 99-ലും ഇത് തന്നെയാണ് പറയുന്നത്. വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ, പ്രവാചകന്റെ ദൗത്യം പോലും വ്യക്തമായി എത്തിക്കലാണ്. ലസ്ത അലൈഹിം ബിമുസൈതിർ, അധികാരം ചെലുത്തലല്ല. ഖുർആനിലെ 24-ാം അധ്യായം 54-ാമത്തെ വചനം, ഖുർആനിലെ 88-ാം അധ്യായം 21-22 വചനങ്ങൾ. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും മതം സമഗ്രമായി പഠിക്കണം. എന്താണ് ചതുർവേദം, എന്താണ് ഋഗ്വേദം, എന്താണ് സാമവേദം, എന്താണ് അഥർവവേദം, എന്താണ് 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ഏറെ സവിശേഷമായ ദശോപനിഷത്ത് എന്താണ്, എന്താണ് ശ്രുതികൾ, എന്താണ് സ്മൃതികൾ, 18 പുരാണങ്ങൾ എന്താണ്. ഇതൊക്കെ പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുന്ന കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ജനിച്ചു വീണ കുടുംബത്തിലെ വിശ്വാസാചാരങ്ങൾ കണ്ടും കേട്ടും വളർന്നു എന്നല്ലാതെ ഒരു മതവിഭാഗവും ഇത് കൃത്യമായി പഠിക്കാൻ ശ്രമിച്ചില്ല. ഖുർആനും പ്രവാചകന്റെ ചര്യയും മുന്നിൽ വെച്ച് സ്വഹാബത്തിന്റെ വഴി കൃത്യമായി സ്വീകരിക്കലാണ് ഇസ്ലാമിക പ്രമാണത്തോടുള്ള കൂർ. അങ്ങനെ പ്രമാണങ്ങളിലേക്ക് ലോകത്തെ ക്ഷണിക്കാനും സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനും വീട് വീടാന്തരം കയറി സകല മനുഷ്യരെയും സത്യത്തിലേക്ക് നയിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ സംഘടിപ്പിച്ചവരോടും മുജാഹിദുകളോടും എനിക്ക് അവസാനമായി പറയാനുള്ളത്, നമ്മളിലാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ. നമുക്കാണ് ജനങ്ങളോട് സത്യം പറയാൻ സാധിക്കുക. നമുക്കാണ് ഈ ദൗത്യം നിർവഹിക്കാൻ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി സാധിക്കുക. നമുക്കാണ് അതിനുള്ള ധാർമ്മികമായ അവകാശം. അതുകൊണ്ട് മനുഷ്യരാരും നരകത്തിലെത്തരുത്, ആരും നരകാവകാശികളാകരുത്. എല്ലാവരും സത്യം സ്വീകരിച്ചവരും സത്യത്തിന്റെ വക്താക്കളുമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അത് സ്വീകരിക്കാത്തവരെ നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല, ബലാത്കാരമായി അതിലേക്ക് കൊണ്ടുവരുന്നില്ല. ചോറ് കൊടുത്തും ചായ കൊടുത്തും പണം കൊടുത്തും വീടുണ്ടാക്കിയും ആളുകളെ മതത്തിൽ ചേർക്കുന്നതിന് ഖുർആന്റെ 2-ാം അധ്യായം 272-ാമത്തെ വചനം എതിരാണ്. അതുകൊണ്ട് ആ പണി നമുക്കില്ല.
മറിച്ച് ആശയം പറയാ, താരതമ്യം ചെയ്ത് നോക്കാൻ പറയാ. കമ്പാരിറ്റീവ് റിലീജിയൻ, ഏത് ദർശനവുമായി ഇസ്ലാമിനെ താരതമ്യം ചെയ്യാം. അതാണ് തുറന്ന പുസ്തകമായി ഈ പേരാമ്പ്രയുടെ മണ്ണിൽ ഞങ്ങൾ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. കണിശമായ പഠന മനനങ്ങൾക്ക് നിങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ട്, എൻ്റെ വാക്കുകൾ സാഗൂതം കേട്ട നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഈ സദസ്സിനോട്, ഈ സംരംഭത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാവരോടും അഗൈതവമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഈ മഹാസമ്മേളനം വൻ വിജയമാക്കി തന്ന സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, പഠിക്കണമെന്ന് വീണ്ടും അപേക്ഷിച്ചുകൊണ്ട്, മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിന് തയ്യാറെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, സ്നേഹിച്ചും കാരുണ്യത്തിൽ പെരുമാറിയും പരസ്പരം ഗിവ് ആൻഡ് ടേക്ക് പോളിസി സ്വീകരിച്ചും മുന്നോട്ട് പോകണേ എന്നെല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട്, നന്മ നേർന്നുകൊണ്ട്, പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ നല്ല സംരംഭങ്ങളും അവൻ വിജയിപ്പിച്ചു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ലോകത്തിന്റെ നാഥൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരസ്പര സ്നേഹബന്ധങ്ങൾ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു മുഫ്രിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ വൽ അംവാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.